മഹായുദ്ധങ്ങളിൽ പങ്കെടുത്ത രാജ്യങ്ങളിൽ മഹാഭൂരിഭാഗവും ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളായിരുന്നു. ആ യുദ്ധങ്ങളിൽ കൊന്നവർ, കൊല്ലപ്പെട്ടവർ അവരും ക്രൈസ്തവ മതവിശ്വാസികളിൽപ്പെട്ടവരായിരുന്നു മഹാഭൂരിഭാഗം. നമ്മളിൽ നിന്ന് മതാടിസ്ഥാനത്തിൽ വിഭജിച്ചുപോയ രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അവിടെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. എന്നിട്ട് ആ രാജ്യത്ത് സമാധാനമുണ്ടായോ? പാകിസ്ഥാന് സ്വാതന്ത്ര്യത്തിന് ശേഷം അധികകാലം നിലനിൽക്കാൻ പോലും കഴിഞ്ഞില്ല. ആ രാജ്യമാണ് പിന്നീട് രണ്ടായി പിളർന്നത്. മതത്തിന്, ഏതെങ്കിലും ഒരു വിശ്വാസത്തിന് ഒരു ജനതയെ ഒന്നിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതിന് ഇതിൽ പരം തെളിവ് ആവശ്യമില്ല. നമ്മളുടെ രാജ്യത്ത് ഒരു മതക്കാര് മാത്രമായി എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരു മതക്കാരായാൽ തീരുന്നതാണോ നമ്മളുടെ പട്ടിണി? നിങ്ങളുടെ അയൽക്കാരനായ മുസ്ലിം ഈ രാജ്യത്ത് നിന്ന് പോയിപ്പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്? നിങ്ങളുടെ പട്ടിണി മാറുമോ? നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവസാനിക്കുമോ? നിങ്ങളുടെ തൊഴിലില്ലായ്മക്ക് പരിഹാരം ഉണ്ടാകുമോ? ഇവിടെ ക്രൈസ്തവരും മുസ്ലിങ്ങളും പാർസികളും സിഖുകാരും ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവരും ഹൈന്ദവരും എല്ലാം സൗഹൃദത്തിലും ചങ്ങാത്തത്തിലും ജീവിക്കുന്നു. ഈ സാഹചര്യം നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകണം. അല്ലാതെ ഇവിടെ ഒരു മതക്കാര് മാത്രമായാൽ ആ മതത്തിലെ അവാന്തര വിഭാഗങ്ങൾ തമ്മിലാകും പിന്നെ സംഘർഷങ്ങൾ, പിന്നെ സംഘട്ടനങ്ങൾ. ജാതി മേൽക്കോയ്മ നിലനിന്നിരുന്ന ഒരു കാലം കഴിഞ്ഞുപോയത് നമുക്കറിയാം. തൊലികറുത്തവരെ, അധകൃതരെ, അവർണരെ മനുഷ്യരായിപ്പോലും അംഗീകരിക്കാത്ത ഒരു ഇരുണ്ട യുഗം എത്രയോ നൂറ്റാണ്ടുകൾ ഈ രാജ്യത്ത് നിലനിന്നിരുന്നു. അതിനൊക്കെ തന്നെ നമ്മൾ അറുതി വരുത്തിയത് മതനിരപേക്ഷതയും ജനാധിപത്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ഇന്ത്യക്ക് കേരളം മാതൃകയാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ വിവിധ മതവിശ്വാസികൾ ഒരുമിച്ചല്ല താമസിക്കുന്നത്. RSSും BJPയും അവരെ ഒരിക്കലും ഒരുമിക്കാൻ സമ്മതിക്കുന്നില്ല. ഈ അടുത്ത് ഞാൻ ഗുജറാത്തിൽ പോവുകയുണ്ടായി. അവിടെ മുസ്ലിങ്ങൾ താമസിക്കുന്ന മേഖലയിൽ ഹിന്ദുക്കൾ താമസിക്കാൻ പാടില്ല. ഹിന്ദുക്കൾ താമസിക്കുന്ന മേഖലകളിലേക്ക് മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി പോകാൻ പാടില്ല. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം അകറ്റി നിർത്തുകയാണ്. അവരെങ്ങാനും ഒരുമിച്ചാൽ, അവർ ചങ്ങാതിമാരായാൽ, അവർ സുഹൃത്തുക്കളായാൽ RSSന്റെയും BJPയുടെയും രാഷ്ട്രീയം കൊണ്ടു നടത്താനാവില്ല എന്ന് ആരെക്കാളും അധികം അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവരെ അകറ്റി നിർത്താൻ വേണ്ടി BJPയും RSSും ശ്രമിക്കുന്നത്. നമ്മളുടെ കേരളത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും ഇടകലർന്ന് ജീവിക്കുന്നു, ഇടചേർന്ന് ജീവിക്കുന്നു. അങ്ങനെ ഇടകലർന്നും ഇടചേർന്നും ജീവിക്കുന്നത് കൊണ്ട് നമുക്കൊക്കെ തന്നെ ഒരുപാട് സഹോദര മതസ്ഥരായ ചങ്ങാതിമാരും സുഹൃത്തുക്കളുമുണ്ട്. ഉത്തരേന്ത്യയിൽ പോയി ഒരു മുസ്ലിമിനോട് തന്റെ ഹൈന്ദവ സുഹൃത്തുക്കളെ കുറിച്ച് ചോദിച്ചാൽ അയാൾക്ക് ഏറെയൊന്നും പറയാൻ കഴിയില്ല. ഒരു ഹൈന്ദവ വിശ്വാസിയോട് തന്റെ മുസ്ലിം സുഹൃത്തുക്കളുടെ പേര് പറയാൻ വേണ്ടി പറഞ്ഞാൽ അയാൾക്ക് പറയാനാവില്ല. കാരണം അവരൊരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല. അവർക്ക് നന്നായി ഇടപഴകാൻ അവസരം ലഭിച്ചിട്ടില്ല. ഹിന്ദുവിനോട് പോയി പറയുന്നത് മുസ്ലിം നിന്റെ ശത്രുവാണ്, അതുകൊണ്ട് നീ അവന്റെ അടുത്തേക്ക് പോകരുത് എന്നാണ്. മുസ്ലിമിനോട് പോയി പറയുന്നത് ഹിന്ദു നിന്റെ ശത്രുവാണ്, നീ അവന്റെ അടുത്തേക്ക് പോകരുത് എന്നാണ്. ഇങ്ങനെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രണ്ട് വോട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സുകളിലാക്കി നിർത്തി ഈ രാജ്യത്ത് മതധ്രുവീകരണം ശക്തിപ്പെടുത്തുവാനാണ് RSS ശ്രമിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടില്ല. CPIMും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ കക്ഷികളും എന്നും രാജ്യത്ത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് എല്ലാ മതവിഭാഗത്തെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്.
ഇതാ ഈ സ്വീകരണ പന്തൽ നിങ്ങൾ നോക്കൂ. ഇതിൽ ഇല്ലാത്ത മതക്കാരുണ്ടോ? ഇവിടെ കൂടാത്ത ജാതി വിഭാഗക്കാരുണ്ടോ? ഇവിടെ ഒത്തുകൂടാത്ത ഈ നാട്ടിലെ ഏതെങ്കിലും സമൂഹത്തിലെ ഒരു വിഭാഗമുണ്ടോ? ആ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുമോ? നാടിന്റെ പരിച്ഛേദമാണ് എലത്തൂരിലെ ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കാക്കൂരിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഇതുപോലെയുള്ള വേദികളാണ് നമുക്ക് ആവശ്യം. ഇതുപോലെയുള്ള സദസ്സുകളാണ് വർത്തമാന ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന് വിരുദ്ധമായാണ് RSSഉം BJPയും പ്രവർത്തിക്കുന്നത്. അതിനെതിരായി നമുക്ക് ഒരുമിക്കണ്ടേ? അതിനെതിരായി നമുക്ക് ഒന്നിച്ചു നിൽക്കണ്ടേ? അടിച്ചമർത്തപ്പെടുന്നവന്റെ മതം നോക്കാതെ പ്രതികരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയൂ. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവന്റെ മതം നോക്കാതെ കൂടെ നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെ ഘട്ടങ്ങളിൽ മനുഷ്യരെ അറുകൊല ചെയ്യാൻ വേണ്ടി ഫാഷിസ്റ്റ് ശക്തികൾ രംഗത്ത് വന്നിട്ടുണ്ടോ അന്നൊക്കെ അവർക്ക് പ്രതിരോധത്തിന്റെ കവചം തീർക്കാൻ ഇടതുപക്ഷത്തിനെ ആയിട്ടുള്ളൂ. പൗരത്വ ഭേദഗതി നിയമം വന്നു. അതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചതാരാണ്? എന്താണ് ഈ പൗരത്വ ഭേദഗതി നിയമം? പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിപ്പാർത്ത ആളുകളിൽ മുസ്ലിങ്ങളല്ലാത്ത മറ്റെല്ലാ മതവിഭാഗക്കാർക്കും പൗരത്വം നൽകും. മുസ്ലിങ്ങൾക്ക് മാത്രം നൽകില്ല. ആ നിയമം വിവേചനപരമാണ്. ആ നിയമം മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നതിന് തുല്യമാണ്. ഇത് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും രാജ്യത്തിന്റെ മതേതരമായ പാരമ്പര്യങ്ങൾക്കും എതിരാണ്. ഇത് ആർജവത്തോടുകൂടി പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇടതുപക്ഷ പാർട്ടികൾക്കേ സാധിച്ചിട്ടുള്ളൂ. മുത്തലാഖ് ബില്ല് ഇവിടെ പാസാക്കി. എന്താണ് ഈ മുത്തലാഖ് ബില്ല്? ഒരു മുസ്ലിം പുരുഷൻ തന്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്താൽ ആ വ്യക്തിക്ക് 2-3 വർഷം കഠിന തടവ് നൽകുന്ന നിയമമാണ് മുത്തലാഖ് ബില്ല്. ഈ ബില്ല് പാസാക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ CPIMന്റെ നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാദരണീയരായ പ്രമുഖരായ സഖാക്കളും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഒരു മുസ്ലിം പുരുഷൻ തന്റെ ഭാര്യയെ വിവാഹമോചനം നടത്തിയാൽ നിങ്ങൾ 2 വർഷം ശിക്ഷ നൽകും. ശരി, എങ്കിൽ അതേ കുറ്റം ചെയ്യുന്ന ഹിന്ദു പുരുഷന് നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ശിക്ഷ നൽകാത്തത്? തന്റെ ഭാര്യയെ വിവാഹമോചനം നടത്തുന്ന ക്രൈസ്തവ മതത്തിൽപ്പെടുന്ന പുരുഷന്, സിഖ് മതത്തിൽപ്പെടുന്ന പുരുഷന്, പാർസി മതത്തിൽപ്പെടുന്ന പുരുഷന്, ജൂതമതത്തിൽപ്പെടുന്ന പുരുഷന്, ജൈന മതത്തിൽപ്പെടുന്ന പുരുഷന്, ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത പുരുഷന് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ശിക്ഷ നൽകാത്തത്? മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമം പോലും ഒരു കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് വ്യത്യസ്ത ശിക്ഷ പ്രദാനം ചെയ്യുന്ന ഈ നിയമത്തിനെതിരായി രാജ്യത്തിന്റെ പാർലമെന്റിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്, വിശിഷ്യ CPIM ആണ്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേകമായ പദവി എടുത്തു കളഞ്ഞു. അതിനെതിരായും ശബ്ദമുയർത്തിയത് CPIM ആണ്. ബാബറി മസ്ജിദ് തച്ച് തകർത്തു. അതുപോലെ ഒരു സംഭവം അഫ്ഗാനിസ്ഥാനിലും ഉണ്ടായി. അവിടത്തെ ലോകോത്തര ബുദ്ധ പ്രതിമ അവിടത്തെ തീവ്രവാദികൾ, താലിബാൻ തീവ്രവാദികൾ തകർത്തു. ആ പ്രതിമ തകർത്ത സംഭവവും ബാബറി മസ്ജിദ് RSSകാർ തകർത്ത സംഭവവും തമ്മിൽ എന്ത് വ്യത്യാസമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക? ഈ ആധുനിക കാലത്ത് ഇങ്ങനെ ഒരു സമ്പ്രദായമാണോ ഉണ്ടാവേണ്ടത്? നമ്മൾ ആലോചിക്കണം. നമ്മളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ആ RSSനെതിരായിട്ടാണ് നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത്. RSSന്റെ ശാഖക്ക് സംരക്ഷണം നൽകിയെന്നാണ് കോൺഗ്രസിന്റെ നേതാവ് KPCCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞത്. എന്താണ് RSS ശാഖ? അത് ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെടുന്നതാണോ? ക്ഷേത്രത്തിലെ എന്തെങ്കിലും ആചാരവുമായി ബന്ധപ്പെടുന്നതാണോ? ഒരിക്കലുമല്ല.
ഈ നാട്ടിലെ സഹോദര മതസ്ഥരായിട്ടുള്ള ആളുകളെ ഉന്മൂലനം ചെയ്യാനുള്ള മാനസികവും ശാരീരികവുമായ പരിശീലനമാണ് ശാഖകളിൽ വെച്ച് നൽകുന്നത്. ആ RSS ശാഖക്കാണ് KPCCയുടെ പ്രസിഡന്റ് സംരക്ഷണം നൽകി എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിന്റെ മുറ്റത്ത് RSSകാര് ശാഖ നടത്തുമ്പോ അതിനെതിരായി DYFI രംഗത്ത് വന്നു. അവര് പരാതി കൊടുത്തു, ആ ശാഖ പൂട്ടിച്ചു. അതാണ് കമ്മ്യൂണിസ്റ്റുകാര്. അപ്പോ ഈ രാജ്യത്തുള്ള മതന്യൂനപക്ഷങ്ങൾ ആരുടെ കൂടെ നിൽക്കണം? ശാഖ വേണം എന്ന് വാദിച്ച കോൺഗ്രസിന്റെ കൂടെ നിൽക്കണോ? ആ കോൺഗ്രസിനോട് സഖ്യത്തിലേർപ്പെട്ടിരിക്കുന്ന മുസ്ലിം ലീഗിൽ അണിനിരക്കണോ? അതല്ല, ആ ശാഖ അടച്ചുപൂട്ടുന്നതിന് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ നിൽക്കണോ? അത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ബന്ധപ്പെട്ടവർ ആലോചിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇതൊന്നും ഹിന്ദുമതത്തിന്റെ കുഴപ്പമല്ല. ഹിന്ദുമതം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണല്ലോ നേപ്പാൾ. ആ നേപ്പാളിൽ വളരെ സമാധാനവും ശാന്തിയുമാണല്ലോ നിലനിൽക്കുന്നത്. അവിടെ ബീഫ് ഇറച്ചി തിന്നു എന്നുള്ളതിന്റെ പേരിൽ ഒരാള് അടിച്ചു എന്ന വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്ത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ബീഫ് കബാബ് കിട്ടുന്ന നാട് ഏതാണ് എന്ന് ചോദിച്ചാൽ അറേബ്യൻ രാജ്യങ്ങളല്ല, നേപ്പാളാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഹിന്ദു മഹാഭൂരിപക്ഷമുള്ള നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ പോയാൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ വിലക്ക് തെരുവുകളിൽ ബീഫ് കബാബ് ലഭ്യമാകും. ഹിന്ദുമത വിശ്വാസം അതിനെയൊന്നും എതിർത്തിട്ടില്ല, എതിർക്കുന്നും ഇല്ല. കള്ളപ്രചാര വേലകൾ നടത്തുകയാണ് RSSും BJPയും. ഇതിന് ചൂട്ടുപിടിച്ചു കൊടുക്കാനും കൂട്ടുനിൽക്കാനും നമ്മൾ സന്നദ്ധമാകരുത് എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് ഈ ജാഥ ജനങ്ങളോട് നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഞെക്കിക്കൊല്ലാൻ വേണ്ടി BJPയുടെ കേന്ദ്ര ഭരണകൂടം ശ്രമിക്കുന്നു. എന്താ നമ്മൾ ചെയ്ത തെറ്റ്? BJP അംഗീകരിച്ചില്ല. RSSന്റെ രാഷ്ട്രീയത്തോട് പുറംതിരിഞ്ഞു നിന്നു. അവര് പറയുന്നത് പോലെ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കുമെതിരായി കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികൾ വാളെടുത്തില്ല, അവരെ ഉപദ്രവിച്ചില്ല, അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചില്ല. ആ കുറ്റത്തിന്റെ പേരിലാണ് ഭൂരിപക്ഷം ഹിന്ദുമത വിശ്വാസികൾ അടങ്ങുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഗണനീയമായ സ്വാധീനമുള്ള കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നത്. നമ്മളെ ഞെക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഞെക്കിക്കൊന്ന് അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലാനുള്ള ശ്രമം നടത്തി നമ്മളെ വരുതിയിലാക്കാൻ സാധിക്കുമോ എന്നാണ് RSSും BJPയും നോക്കുന്നത്. അവസാന ശ്വാസം വരെ നിങ്ങൾ എത്ര ഞെക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ചാലും RSSനെ അംഗീകരിച്ച് അവരുടെ മുന്നിൽ ശിരസ് നമിച്ചു നിന്ന് ഞങ്ങൾക്കൊരാനുകൂല്യവും വേണ്ട എന്ന് ഈ സർക്കാർ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. സഖാവ് പിണറായി വിജയൻ അത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവര് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നത്? അത് നിർത്ത്. സാമ്പത്തികമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട. 62 ലക്ഷം ആളുകൾക്ക് 1600 രൂപ വെച്ച് ഓരോ മാസവും പെൻഷൻ കൊടുക്കുന്നു ഈ ഗവൺമെന്റ്. ഇന്ത്യ മഹാരാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ല. BJPയുടെ പ്രവർത്തകന്മാര് അവിടങ്ങളിൽ ചോദിക്കുകയാണ് അവിടുത്തെ നേതൃത്വത്തോട്, കണ്ടില്ലേ കേരളത്തിൽ മൊത്തം ജനസംഖ്യയുടെ 1/5 പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. എന്താണ് നിങ്ങൾ ഞങ്ങൾക്കത് തരാത്തത്? അപ്പോ കേരളത്തിൽ ആ പെൻഷൻ നിർത്തണം. അതിനുവേണ്ടി നമുക്ക് ലഭിക്കുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കുന്നു. അതിനെതിരായി ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളോട് സർക്കാർ പറഞ്ഞു, 62 ലക്ഷം വരുന്ന നമ്മളുടെ മുത്തശ്ശന്മാർക്ക്, മുത്തശ്ശിമാർക്ക്, നമ്മളുടെ അച്ഛനമ്മമാർക്ക്, നമ്മളുടെ വിധവകളായ സഹോദരിമാർക്ക്, നമ്മളുടെ ഭിന്നശേഷിക്കാരായ സഹോദരന്മാർക്ക് നമുക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കണം. അതിന്
നിങ്ങൾ പെട്രോളും ഡീസലും അടിക്കുമ്പോ 2 രൂപ നിങ്ങളുടെ വകയായി അതിലേക്ക് നൽകണം. അത് പറഞ്ഞപ്പോഴാണ് കോൺഗ്രസും ലീഗും പറഞ്ഞത് പാടില്ല, പിരിക്കരുത്. സമരാഭാസമല്ലേ അവര് കുറച്ച് ദിവസമായി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? മുഖ്യമന്ത്രി അവർ വഴിയിൽ തടയുന്നു, കരിങ്കൊടി കാണിക്കുന്നു. എന്തിന്? 62 ലക്ഷം വരുന്ന നിരാലംബരായ മനുഷ്യർക്ക് 1600 രൂപ വെച്ച് ഓരോ മാസവും അവരുടെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കുന്നത് ഉപേക്ഷിക്കണം, അത് നിർത്തണം. അതാണ് ഇവരുടെ ആവശ്യം. 2 രൂപ നമ്മൾക്ക് ഈ ആവശ്യത്തിലേക്ക് കൊടുക്കുന്നതിന് എന്ത് മടി? ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അധ്വാനിക്കാൻ കഴിയാതെ വീടുകളുടെ അകത്തളങ്ങളിൽ 1 രൂപ വരുമാനമില്ലാതെ, മരുന്നിന് പണമില്ലാതെ ജീവിക്കുന്ന നിരാലംബരായ മനുഷ്യർക്ക് 1600 രൂപ കൊടുക്കുന്നതിലേക്ക് 2 രൂപ കൊടുക്കാൻ നിങ്ങൾക്കാർക്കെങ്കിലും മടിയുണ്ടോ? നമുക്കാർക്കെങ്കിലും മടിയുണ്ടോ? ജീവിതത്തിൽ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്നവരാണ് നമ്മളുടെ വീടിന്റെ അകത്തളങ്ങളിലെ നമ്മളുടെ അച്ഛനമ്മമാരും നമ്മളുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും. അങ്ങാടിയിൽ പോയി അവർക്കൊരു ചായ കുടിക്കണമെങ്കിൽ മകന്റെ മുമ്പിൽ കൈനീട്ടണ്ടേ? താൻ ഇഷ്ടപ്പെട്ട 1 കിലോ മത്സ്യം വാങ്ങണമെങ്കിൽ മരുമകളുടെ മുന്നിൽ കൈനീട്ടണ്ടേ ആ പാവങ്ങൾക്ക്? ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചവരാണവർ, മക്കൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ചവരാണവർ, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ചവരാണവർ. അവരോടാണ് സർക്കാർ പറഞ്ഞത്, നിങ്ങളുടെ അധ്വാനം വൃഥാവിലായിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വസന്തം ചെലവിട്ടത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്, ഈ നാടിന് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിതാ സർക്കാർ 1600 രൂപ തരുന്നു. ഈ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങളത് 2000 രൂപയാക്കി വർദ്ധിപ്പിക്കും. തുടർ വർഷങ്ങളിൽ ആ 2000 രൂപ ക്ഷേമ പെൻഷനായി നിങ്ങളുടെ കയ്യിലെത്തും. ഒരു തർക്കവും സംശയവും വേണ്ട. ഈ നാട്ടിലെ വയോവൃദ്ധരായിട്ടുള്ള ആളുകൾ ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചിരുന്നു. എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിനൊരു അർത്ഥം കിട്ടിയത് ഇപ്പോഴാണ്. ജീവിതത്തിന് ഒരു അർത്ഥതലങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. പേരക്കുട്ടി വല്ലിപ്പാനോട് അല്ലെങ്കിൽ മുത്തശ്ശനോട് മുത്തശ്ശിയോട്, മുത്തശ്ശി എനിക്കത് വേണം, എനിക്കിത് വേണം, പൂരപ്പറമ്പിൽ പോയിട്ട് വരുമ്പോ ഒരു കളിപ്പാട്ടം വാങ്ങിത്തരണം എന്ന് പറഞ്ഞാൽ ആ പേരക്കുട്ടിയുടെ ആവശ്യ നിവർത്തിക്ക് മകന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ദുര്യോഗമാണ് ഈ രാജ്യത്തുള്ള എല്ലാ വയോവൃദ്ധരായിട്ടുള്ള മനുഷ്യർക്കും ഉണ്ടായിരുന്നത്. അതാണ് ഈ സർക്കാർ മാറ്റിയത്. നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും എത്രയോ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നു, അതിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തടയണം എന്നാണ് UDF ആവശ്യപ്പെടുന്നത്. ഇത് കൊടുക്കരുത്. എന്തിനു കൊടുക്കുന്നു? 2 രൂപ മറ്റുള്ളവരിൽ നിന്ന് പിരിവ് നടത്തി നിങ്ങൾ എന്തിന് ഈ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നവരല്ലേ നമ്മൾ? അതിന് വല്ല മടിയും കാണിച്ചിട്ടുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും? കോടിക്കണക്കിന് രൂപ ചികിത്സക്ക് വേണ്ടി ആരെങ്കിലും കൊടുക്കണം എന്ന് പറയുമ്പോ ആ കോടികളിലധികം അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നവരല്ലേ മലയാളികൾ? ആ മലയാളികളോടാണ് പറയുന്നത്, 62 ലക്ഷം വയോജനങ്ങൾക്ക്, പാവപ്പെട്ട മനുഷ്യർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിലേക്ക് 2 രൂപ നിങ്ങൾ കൊടുക്കരുത്. എന്തൊരു അന്യായമാണിത്! എന്തൊരു അപരിഷ്കൃതത്വമാണിത്! എന്ത് തെറ്റ് ചെയ്തു ഈ പാവങ്ങൾ UDF-നോട്? അവർക്ക് അസൂയയാണ്, അവർക്ക് പകയാണ്, അവർക്ക് വിദ്വേഷമാണ്. അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ഈ സർക്കാർ ചെയ്യുന്നു. അതിലുള്ള ഈർഷ്യയാണ് അവർക്ക്, പകപോക്കലാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സർക്കാരിനെ നിങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ദുർബലമായാൽ അത് നിങ്ങൾ ദുർബലമാകുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ പെൻഷൻ കിട്ടാത്ത നാളുകൾ
വരും എന്നുള്ളതിന്റെ പ്രഖ്യാപനമാകും ഈ സർക്കാർ ദുർബലമാകുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഗ്രഹിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. വർഗീയതയ്ക്കെതിരായി ശക്തമായ നിലപാട്, അതോടൊപ്പം കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം. ഇതിനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ജനങ്ങളെ അണിനിരത്തി ഈ രണ്ടിനെയും പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ജാഥയാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഏതാനും സമയത്തിനകം ഇവിടെ എത്തിച്ചേരുക. ഈ ജാഥയെ സ്വീകരിക്കാൻ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ സുഹൃത്ത് ജാഥാംഗമായിട്ടുള്ള ജെയ്ക് പി തോമസ് നിങ്ങളോട് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുക കൂടി ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മളുടെ സ്വീകരണ പൊതുയോഗത്തിന്റെ സമാദരണീയനായ അധ്യക്ഷൻ ഈ ജാഥയെ സ്വീകരിക്കാൻ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ആമുഖമായി തന്നെ സമഗ്രമായൊരു പ്രഭാഷണം ജനകീയ പ്രതിരോധ ജാഥയുടെ സമകാലിക അനുഭവ തലങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ നിർവഹിക്കപ്പെടുകയുണ്ടായി. ഏതാണ്ട് ചെറിയ മിനിറ്റുകളുടെ മാത്രം വ്യത്യാസത്തിനുള്ളിൽ നമ്മളേറെ സ്നേഹവായ്പോടുകൂടെ കാത്തിരിക്കുന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷ് നയിക്കുന്ന ജാഥ നമ്മളുടെ കാക്കൂരിന്റെ ഹൃദയഭൂമികയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ദീർഘസമയമെടുത്തുകൊണ്ടുള്ള മറ്റൊരു പ്രഭാഷണത്തിന് അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പിൽ പ്രസക്തിയില്ല. ഏതേത് അടരുകളിലാണ് ജനകീയ പ്രതിരോധ ജാഥ കേരളത്തിന് മുമ്പിൽ പ്രസക്തമായൊരു രാഷ്ട്രീയ അനുഭവമായി മാറുന്നത് എന്നിവിടെ ജാഥാംഗം കൂടെയായിട്ടുള്ള ഡോക്ടർ KT ജലീൽ വിശദീകരിക്കുകയുണ്ടായി. സാധാരണഗതിയിൽ ഇത്തരം രാഷ്ട്രീയ പ്രചരണ ജാഥകളുടെ ചെറുതും വലുതുമായ ഏതനുഭവ പരിസരങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാലും ആ ജാഥകൾക്കൊക്കെ ഒരു പൊതു മാനദണ്ഡം നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ആ പൊതു പശ്ചാത്തലം എന്ന് പറയുന്നത് സമീപകാല കേരളീയ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഏതു ജാഥയുമാവട്ടെ, ആ ജാഥയൊക്കെ തെരഞ്ഞെടുപ്പ് സംബന്ധമായ സവിശേഷകരമായൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതായിരുന്നു എന്ന് കാണുവാൻ വേണ്ടി കഴിയും. എന്നാൽ ജനകീയ പ്രതിരോധ ജാഥ നമുക്ക് മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ നവമണ്ഡലത്തിൽ ഒരു നിയമസഭാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് സംജാതമാകാൻ വേണ്ടി പോകുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ച് 2023 ഒരു തെരഞ്ഞെടുപ്പ് വർഷവുമല്ല. ഏറ്റവും ചുരുങ്ങിയത് 1.25 വർഷം ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് മുമ്പിലുണ്ട്. സവിശേഷകരമായ ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ അനുഭവങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയില്ലാതിരിക്കെ എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥയുടെ മുദ്രാവാക്യവുമായി CPIM കേരളത്തിന് മുമ്പിലേക്ക് കടന്നു വരുന്നത്? ജാഥ പിന്നിട്ട നാൾവഴികളിൽ അത്രയും കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യധാരാ മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളാകെ ഇതൊരു സന്ദേഹമെന്ന വണ്ണം, ചോദ്യമെന്ന വണ്ണം നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ ഡോക്ടർ KT ജലീൽ സംസാരിച്ചതുപോലെ കേരളം നേടിയെടുത്ത മനുഷ്യവികാസ സൂചികകളിലെ അനവരതമായ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുണ്ട്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുകയല്ല. കേരളം ഇതേവരെ നേടിയെടുത്ത ആ മുന്നേറ്റങ്ങളെ സംരക്ഷിച്ച് ഇനി പുതിയ മേഖലകളിലേക്ക്, കേരളത്തിന് എത്തിപ്പെടാൻ സാധിക്കാതിരുന്ന മേഖലകളിലെ സവിശേഷകരമായ മനുഷ്യ മുന്നേറ്റത്തിന്റെ മഹാഗാഥകളിലേക്ക് നമ്മളുടെ നാടിന് മുന്നേറേണ്ടതില്ലേ? ഈ ചോദ്യമേറെ ശ്രദ്ധയോടുകൂടെ ഈ ജാഥ ചർച്ച ചെയ്യുകയാണ്. സമകാലിക ഇന്ത്യയുടെ പരിസരങ്ങളിൽ 2022 ആഗസ്റ്റ് 15 പൂർത്തിയാക്കപ്പെട്ടപ്പോൾ നമ്മളുടെ രാഷ്ട്രത്തിന് 75 വയസ്സ് പൂർത്തിയായി. 7.5 പതിറ്റാണ്ട് ഇന്ത്യക്ക് പ്രായമെത്തി. 75 വയസ്സ് പൂർത്തിയായ ഇന്ത്യയുടെ അനുഭവങ്ങൾ എവിടെയും
ഇത്രമേൽ ഇന്ത്യൻ ബഹുസ്വരതകൾ ദയാരഹിതമായ ആക്രമണത്തിന് വിധേയമാക്കപ്പെട്ട ഒരു അനുഭവ ചരിത്രം നമ്മുടെ ആരുടെയും ഓർമ്മകളിലില്ല. ഇന്ത്യൻ മതനിരപേക്ഷത ഇതേപോലെ കറയറ്റ വെല്ലുവിളികളെ നേരിട്ടൊരു ദശാസന്ധിയും നമ്മുടെ ആരുടെയും ഓർമ്മയിലില്ല. ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ചില ഉദാഹരണ സഹിതമുള്ള ഇന്ത്യൻ അനുഭവങ്ങൾ ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെട്ടു. ഏതേത് അടരുകളിലാണ് ഏതു സാധാരണക്കാരനായ ഇന്ത്യക്കാരന്റെ അനുഭവ തലങ്ങളിലും ഇന്ത്യ എന്നാൽ ബഹുസ്വരതയുടെ പ്രതീകമാണ്. വൈവിധ്യസമ്പൂർണമായ ആവാസ വ്യവസ്ഥയുടെ ലോകത്തിന് മുമ്പിലെ അഭിമാനാർഹമായ നിർവചനമാണ്. എന്നാൽ കാക്കൂരിന്റെ നഗരഹൃദയത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോഴോ ഇന്ത്യൻ ബഹുസ്വരതകൾ ഒന്നൊഴിയാതെ നിർദ്ദയമായ ആക്രമണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ഒത്തുചേരുന്നത്. ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല. ഇപ്പോൾ ഇന്ത്യക്ക് മുമ്പിൽ നമ്മളുടെ രാഷ്ട്രം എന്തായി തീരാൻ പാടില്ല എന്നതിന്റെ നേർത്തതും ചുരുങ്ങിയതുമായ ഉത്തരമായി ഇന്ത്യയുടെ അയൽ രാഷ്ട്രങ്ങൾ നമുക്ക് മുമ്പിൽ പണം വിടർത്തുന്നുണ്ട്. താലിബാൻ ഇന്ത്യയുടെ അയൽ രാജ്യമാണ്. ലക്ഷണമൊത്ത മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചിരുന്ന രാഷ്ട്രമായിരുന്നു പൂർവകാലത്തിൽ താലിബാന്റെ പൂർവ്വരൂപമായി അഫ്ഗാനിസ്ഥാൻ. മുഹമ്മദ് നജീബുള്ള കമ്മ്യൂണിസ്റ്റുകാരനായ അഫ്ഗാനിസ്ഥാന്റെ പ്രസിഡന്റായിരുന്നു. ഞാൻ അഫ്ഗാനെയും സൂക്ഷ്മമായ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് പോകുകയല്ല. ലക്ഷക്കണക്കിന് വരുന്ന ലോകമെമ്പാടുമുള്ള വിജ്ഞാന കൊതുകുകളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളിൽ, ഗവേഷണ തൽപരരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആകാശങ്ങളിൽ കാബൂൾ സർവകലാശാല നിറഞ്ഞു കത്തുന്ന ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളുടെ രാജ്യത്ത് നിന്നടക്കം ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ ഒടുങ്ങാത്ത വിജ്ഞാന തൃഷ്ണയോടുകൂടെ കാബൂൾ സർവകലാശാലയുടെ ഭാഗമായിരുന്നു. എന്നാൽ താലിബാൻ ഒരു വിദ്യാർത്ഥി സംഘടനയായി മതരാഷ്ട്ര നിർമ്മാണത്തിന് പ്രതിജ്ഞാബദ്ധമായി ചുമതലയേറ്റ ഇന്ത്യൻ മതവർഗീയവാദത്തിന്റെ അഫ്ഗാൻ പരിച്ഛേദമായി ഒരു വിദ്യാർത്ഥി മൂവ്മെന്റായി താലിബാൻ അവിടെ പിറന്നു വീണു. അതിന് വെള്ളവും വളവും ഒഴിച്ചു നൽകിയത് അമേരിക്കയായിരുന്നു എന്ന് അഫ്ഗാന്റെ ലോകചരിത്രം നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തുയർത്തിപ്പിടിച്ചിരുന്ന സോവിയറ്റ് ബ്ലോക്കുമായി ഏറെ സൗഹാർദ്ദം പങ്കിട്ടിരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അഭിമാനാർഹമായ കരുതലുണ്ടായിരുന്ന അഫ്ഗാൻ അങ്ങനെ തുടരാൻ പാടില്ല. ഇതാരുടെ ആവശ്യമായിരുന്നു? ഇത് അമേരിക്കയുടെ ആവശ്യമായിരുന്നു. ജോർജ് ഡബ്ല്യു ബുഷ് സീനിയർ ഉസാമ ബിൻ ലാദന്റെ കരങ്ങളിൽ ഏറ്റവും മുന്തിയ ആയുധക്കോപ്പുകൾ പരിശീലനത്തിനായി നൽകുന്ന ചിത്രം നമ്മളുടെ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പുകളിൽ നിന്നിൽ പ്രത്യക്ഷപ്പെട്ടത് നമുക്കിപ്പോഴും ഓർക്കാൻ വേണ്ടി കഴിയും. എങ്ങനെയാണ് ഒസാമ ബിൻ ലാദനും സംഘവും താലിബാനും ഇസ്ലാം മതവർഗീയതയുടെ സംഘവുമായി അമേരിക്ക ചെങ്ങാത്തത്തിൽ ഏർപ്പെടാൻ കാര്യമെന്താണ്? നജീബുള്ളയുടെ സർക്കാരിനെ അട്ടിമറിക്കണം, കമ്മ്യൂണിസ്റ്റുകാരെ നിരോധിക്കപ്പെടണം, മതനിരപേക്ഷ ഭരണകൂടം അഫ്ഗാന്റെ മണ്ണിൽ നിന്ന് റദ്ദു ചെയ്യപ്പെടണം. അതിന് അമേരിക്ക എന്തു ചെയ്തു? താലിബാൻ എന്ന ഇസ്ലാം മതവർഗീയ സംഘത്തിന് ആയുധവും പണവും എത്തിച്ചു. റാംബോ 3 എന്ന ബോളിവുഡ് സിനിമ പറയുന്ന ഒരു രംഗമുണ്ട്. ആയുധവും പണവും മാത്രമല്ല, ഇസ്ലാമിക മതപാഠശാലകളുടെ മറവിൽ മതതീവ്രവാദം വളർത്താൻ ശ്രമിച്ച താലിബാൻ അമേരിക്ക എത്തിച്ചു കൊടുത്തത് ആവശ്യാനുസരണം സ്ത്രീകളെ എത്തിച്ചു കൊടുത്തു എന്ന് പിന്നീടുള്ള അഫ്ഗാന്റെ മതനിരപേക്ഷ ചരിത്രം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. ഉണ്ടായ സംഭവവികാസം എന്താണ്? മതപാഠശാലകളുടെ മറവിൽ ഇസ്ലാം മതവർഗീയതയെ അമേരിക്ക പോറ്റിപ്പുലർത്തി ആയുധങ്ങളും പണവും സ്ത്രീകളെയും ഒഴുക്കി അഫ്ഗാന്റെ മണ്ണിൽ ഒരു വേള നമുക്ക് കേൾക്കേണ്ട വന്ന വാർത്ത, ശിരസറുത്തു മാറ്റപ്പെട്ട ഒരു അനാഥ മൃതശരീരം എന്നതുപോലെ കമ്മ്യൂണിസ്റ്റുകാരനായ നജീബുള്ള അഫ്ഗാന്റെ തെരുവോരങ്ങളിൽ ഒന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് നമ്മൾ കാക്കൂരിൽ ഒത്തുചേരുമ്പോൾ എന്താണ്? എന്റെയും നിങ്ങളുടെയും അനുഭവങ്ങളിൽ ഇടതുപക്ഷക്കാരുടെ മാത്രമല്ല, സ്വന്തം മതവിശ്വാസത്തിന്റെ പേരിൽ അപരനായ ഒരു മനുഷ്യന്റെ ജീവിതവും രക്തവും ഈ മണ്ണിൽ വീഴാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ഇന്ത്യക്കാരുടെ മുമ്പിൽ നമ്മളുടെ രാഷ്ട്രം എന്തായി തീരാൻ പാടില്ല എന്നതിന്റെ നേർത്ത ഉത്തരമായി അഫ്ഗാൻ നമുക്ക് മുമ്പിലുണ്ട്. നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങൾ എന്താണ്? എന്റെ രാഷ്ട്രം എന്തായി തീരരുത്, എന്റെ ഇന്ത്യ എന്തായി തീരാൻ പാടില്ല. ആ ചോദ്യത്തിന് മുമ്പിൽ എന്റെ ഇന്ത്യ ഒരു താലിബാനായി തീരാൻ പാടില്ല. ആ മറുപടിയായി അഫ്ഗാൻ ഇന്ന് നമുക്ക് മുമ്പിലുണ്ട്. നമ്മളിവിടെ ഒത്തുചേരുമ്പോഴാവട്ടെ മറ്റൊരു അയൽ രാഷ്ട്രമായ പാകിസ്ഥാന്റെ പ്രത്യേകത ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യയെ വിഭജിച്ച് സൃഷ്ടിക്കപ്പെട്ട രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ആ വിഭജനത്തിന്റെ ചരിത്രത്തിന് പോലും വർത്തമാനകാല രാഷ്ട്രീയത്തോട് സംവദിക്കാനുള്ള കരുത്തുണ്ട്. എന്തുകൊണ്ടാണ്? അസ്രത്ത് മഹാനിയുടെ സാന്നിധ്യത്തിൽ
മുഹമ്മദ് അലി ജിന്നയാണ് ഗാന്ധിയോട് 947 ആദ്യപാദത്തിൽ വന്ന് ഞങ്ങൾക്കൊരു പുതിയ രാഷ്ട്രം വേണം എന്ന പദ്ധതി ഉന്നയിക്കുന്നത്. സാധാരണഗതിയിൽ ഇന്ത്യയുടെ ചരിത്ര പദങ്ങളിൽ ഗാന്ധിയെ നമ്മൾ കാണാറുള്ളത് ശാന്ത സ്വഭാവത്തോടുകൂടെ കോപാകുലനല്ലാത്ത, രോഷാഗ്നി പ്രകടിപ്പിക്കാത്ത മനീഷായുസിന്റെ പ്രതീകമായിട്ടാണ് ഗാന്ധിയെ നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഗാന്ധിയുടെ ജീവചരിത്രകാരന്മാർ പറയുന്നു അദ്ദേഹത്തിന്റെ ജീവിത പന്ഥാവുകളിൽ ആദ്യമായി നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ട് കോപാകുലനായി രോഷാഗ്നിയോട് കൂടെ പ്രതികരിക്കുന്ന ഒരു ഗാന്ധിയെ നമുക്ക് കാണുന്നത് ജിന്നയുടെ ആവശ്യത്തിന് മുമ്പിൽ വെച്ചിട്ടാണ്. ഗാന്ധി ചോദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ രാജ്യത്തെ നിങ്ങൾക്ക് വിഭജിക്കേണ്ടത്? അതിന് ജിന്ന നൽകുന്ന മറുപടി 2023 ഇന്ത്യൻ മതനിരപേക്ഷ ചേരിക്ക് പാരായണാർഹമായ ഒരു ചുവരെഴുത്താണ്. ജിന്നയുടെ മറുപടി എന്ന് പറയുന്നത്, ഫോർ ദ സേക്ക് ഓഫ് അവർ റിലീജിയൻ, ഞങ്ങളുടെ മതത്തിന്റെ ആവശ്യകതയ്ക്ക് ഞങ്ങൾക്കൊരു പുതിയ രാഷ്ട്രം വേണം. ഒരു നിമിഷാർദ്ധത്തിന്റെ ഇടവേള പോലും നൽകാതെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അതിന് തിരികെ മറുപടി പറയുന്നുണ്ട്. എന്താണ് ആ മറുപടി? നമുക്കേറെ പ്രസക്തജനകമായ പാരായണാർഹമായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ മറുപടി എന്ന് പറയുന്നത്, യു ആർ ഡൂയിങ് ഇർറിലീജിയസ് ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ എന്നുള്ളതാണ്. അതായത് ഞങ്ങളുടെ മതത്തിന്റെ ആവശ്യകതയ്ക്ക് ഇന്ത്യയെ വിഭജിച്ച് ഒരു മതരാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമായി ഒരു പുതിയ രാജ്യം വേണമെന്ന് മുഹമ്മദ് അലി ജിന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ ഗാന്ധിയുടെ മറുപടി എന്താണ്? നിങ്ങൾക്കും മതവുമായി ബന്ധമില്ല, നിങ്ങൾ മതത്തിന്റെ വക്താക്കളല്ല. ഒരു മതരാഷ്ട്രം വേണമെന്ന് വാദിക്കുന്ന നിങ്ങൾ മതത്തിന്റെ പേരിൽ മതവിരുദ്ധമായത് ചെയ്യുന്ന നരാധമന്മാരുടെ സംഘമാണ്. ഇതിപ്പോ പറഞ്ഞതല്ല. RSSന് രാഷ്ട്രീയ അധികാരമുള്ള ഇന്ത്യൻ കാലാവസ്ഥയിൽ ഗാന്ധി പറഞ്ഞതല്ല. RSS ഇന്ത്യയിൽ ഒരു പഞ്ചായത്ത് മെമ്പറെ സ്വപ്നം കാണുന്നതിന് മുമ്പ് ലോകമെമ്പാടുമുള്ള മതവർഗീയതയുടെ ഇരുണ്ട വർത്തമാനങ്ങൾക്കിടയിൽ ഇന്ത്യൻ രാഷ്ട്രപിതാവായ ഗാന്ധി പാകിസ്ഥാൻ രൂപീകരണമെന്ന മതാത്മകതയുടെ രാഷ്ട്ര നിർമ്മാണമെന്ന മുഹമ്മദ് അലി ജിന്നയുടെ ആവശ്യത്തോട് നടത്തിയ പ്രതികരണമാണ്. എന്താണ്? മതത്തിന്റെ പേരിൽ രാഷ്ട്രം വേണമെന്ന് ജിന്ന ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് മതവുമായി ബന്ധമില്ല, നിങ്ങൾ മതത്തെ കൂട്ടുപിടിച്ച് മതത്തിന്റെ ദുഷിപ്പ് നടത്താൻ ആഗ്രഹിക്കുന്ന മതവിരുദ്ധരുടെ സംഘമാണ്. ഇതായിരുന്നു ഗാന്ധിയുടെ മറുപടി. ഇതിന് 2023 അഭേദ്യമായ ബന്ധമുണ്ട്. ഇവിടെ ആദരണീയനായ ഡോക്ടർ KT ജലീൽ ആമുഖമായി സംസാരിക്കവെ ചൂണ്ടിക്കാണിച്ചു, ഏതേത് അടരുകളോടെയാണ് നമ്മളുടെ രാഷ്ട്രത്തിന് കടന്നു പോകേണ്ടതായി വരുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യ കൈവരിച്ച മൂല്യങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്നുവെന്ന് മാത്രമല്ല, ഒന്നൊഴിയാതെ എല്ലാ വൈവിധ്യങ്ങളും ദയാരഹിതമായ ആക്രമണത്തിന് വിധേയമാക്കപ്പെടുകയാണ്. മാസാന്തരങ്ങളുടെ ഇടവേളകൾക്ക് പുറകിൽ വെച്ചിട്ടാണ് ഇതേ ഗാന്ധി പിറന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേദിയായി. ഉണ്ടായ ആദ്യത്തെ പ്രഖ്യാപനം എന്താണ്? RSSന്റെ പ്രചാരകനായ നമ്മളുടെ ആഭ്യന്തരമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പറയുന്നത്, അദ്ദേഹത്തിന്റെ ആദ്യ പ്രഖ്യാപനം എന്ന് പറയുന്നത്, ഗുജറാത്ത് കലാപത്തെ നിങ്ങൾ മറക്കാൻ പാടില്ല എന്ന പ്രഖ്യാപനമാണ്. ആ വർഷത്തെ ഓർമ്മിച്ച് പറയുകയാണ്, കലാപത്തിന്റെ വർഷത്തെ നിങ്ങൾ മറക്കാൻ പാടില്ല. എന്താണ് പ്രത്യേകത? ഇന്ത്യൻ ജനാധിപത്യത്തിന് സമഗ്രമായ സംഭാവന ചെയ്ത വർഷമാണോ? ഇന്ത്യയുടെ മനുഷ്യ മുന്നേറ്റത്തിന്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്, മനുഷ്യ വികാസ സൂചികകൾക്ക് അസാധാരണമായ സംഭാവനകൾ കനപ്പെട്ട തോതിൽ നൽകപ്പെട്ട വർഷമാണോ? എന്തായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ 3000-ലധികം വരുന്ന മനുഷ്യന്മാരെ കൂട്ടക്കശാപ്പ് ചെയ്ത് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വംശഹത്യക്ക് നമ്മളുടെ രാജ്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ട വന്ന കാലമാണ് ഗുജറാത്ത് വംശഹത്യയുടെ കാലം. പക്ഷെ എന്താണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി പറയുന്നത്? വംശഹത്യയുടെ കാലത്തെ നിങ്ങൾ മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. തുടർന്ന് ഓരോ ദിവസവും വന്ന പ്രഖ്യാപനങ്ങൾ. ഒരു വേള പറഞ്ഞു, ഒരു രാഷ്ട്രം, ഒരു ഭാഷ. അതായിരുന്നു ഒരു പ്രഖ്യാപനം. ഈ ജാഥ ഇവിടെ ആരംഭിച്ചത് എവിടെ നിന്നാണ്? തുളുനാട്ടിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. തുളുനാടിനെ സംബന്ധിച്ച് നമ്മൾ അഭിമാനത്തോടു കൂടെ പറയുന്നത് എന്താണ്? CPIMന്റെ പ്രചാരകരും പ്രവർത്തകരും പാർട്ടി ബന്ധുക്കളും മാത്രമല്ല, ലോകമെമ്പാടുമുള്ള 3.5 കോടിയിലധികം വരുന്ന മലയാളികൾ തുളുനാടിനെ സംബന്ധിച്ച് പറയുന്നത് ഇത് സപ്തഭാഷാ സംഗമ ഭൂമിയാണ്. ഒരു ഭാഷയുടേതല്ല. തുളുവും കന്നഡയും മലയാളവും ഒക്കെ ഉൾപ്പെടുന്ന 7-ലധികം വരുന്ന ഭാഷകളുടെ സംഗമ ഭൂമിയാണ് ഏത്? നമ്മളുടെ സംസ്ഥാനത്തെ ഒരു ജില്ലയായ കാസർഗോഡ്. ആ സപ്തഭാഷാ സംഗമ ഭൂമിയിൽ നിന്നാണ് നമ്മളുടെ ഈ രാഷ്ട്രീയ പ്രചരണ ജാഥ പര്യടനം ആരംഭിച്ചത്. കേരളത്തിന്റെ മണ്ണിൽ നിന്ന് നമ്മളുടെ സംസ്ഥാനത്തെ ഒരു ജില്ലയെ സംബന്ധിച്ച് ഇത് അനേക ഭാഷകളുടെ സംഗമ ഭൂമിയാണ്.
ഇത് മലയാളത്തിന്റെ മാത്രമല്ല എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? അപമാന ഭാരത്താലല്ല, ഉയർന്നു നിൽക്കുന്ന ശിരസിന്റെ അഭിമാന ബോധത്താലാണ് നമ്മൾ പറയുന്നത്. ഇതിന് ഇന്ത്യയിൽ എന്താണ് പ്രസക്തി? വർത്തമാനകാല ഇന്ത്യയിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി പറയുന്നത് ഒരു രാജ്യം ഒരു രാഷ്ട്രഭാഷ എന്നുള്ളതാണ്. തമിഴ്നാടാവട്ടെ അതിനോട് പ്രതികരിച്ചത് ഹിന്ദി തെരിയാതെ പോടാ എന്ന ട്വിറ്റർ വാചകങ്ങൾ കോടാനുകോടി വരുന്ന തമിഴിലെ ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യായുസ്സുകൾ അവരുടെ പ്രചരണ വാചകമാക്കി മാറ്റി. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മളുടെ മുമ്പിൽ അലിഖിതമായ ഭാഷകളുടെ പോലും പാരമ്പര്യമുള്ള രാഷ്ട്രമാണ് ഇന്ത്യ. ലിഖിത രൂപത്തിലുള്ള എണ്ണമറ്റ ഭാഷകൾ മാത്രമല്ല, ലിഖിത രൂപമില്ലാത്ത വാമൊഴിയായി മാത്രം പ്രചരിപ്പിക്കപ്പെടുന്ന നൂറുകണക്കിന് വരുന്ന അലിഖിത ഭാഷകളുടെ രാഷ്ട്രം കൂടെയാണ് ഇന്ത്യ. ആ ഒരു ബഹുസ്വര സമ്പൂർണമായ മണ്ണിൽ നിന്നാണ് നിർഭാഗ്യവശാൽ RSSന്റെ പ്രചാരകനായ നമ്മളുടെ ആഭ്യന്തരമന്ത്രി ഒരു രാഷ്ട്രം ഒരു ഭാഷ എന്ന പ്രചരണത്തിന് ശ്രമിക്കുന്നത്. താൽക്കാലികമായി അദ്ദേഹത്തിന് അത് അവസാനിപ്പിക്കേണ്ടതായി വന്നു. തുടർന്ന് നമ്മൾ കേട്ടൊരു പ്രഖ്യാപനം എന്താണ്? അദ്ദേഹം പറഞ്ഞു ഒരു രാഷ്ട്രം ഒരു പോലീസ് എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയാണ്. ലളിതയുക്തിയിൽ ചിന്തിച്ചാൽ ഇപ്പൊ പൂവുകളിൽ അത്ഭുതം കൂറുന്നത് പോലെ വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് പകരം നമ്മൾ ചിന്തിച്ചാലോ, കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഒരേ യൂണിഫോം ഇട്ട് കോടാനുകോടി വരുന്ന ഇന്ത്യൻ ഗ്രാമനഗരാന്തരങ്ങളിലെ മനുഷ്യായുസ്സുകളെ അവരുടെ ജീവനെയും സ്വത്തിനെയും പരിപാലിക്കാൻ പ്രതിജ്ഞാബദ്ധമായി കടമ നിറവേറ്റുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ പോലീസ് ഉദ്യോഗസ്ഥർ. ലളിതയുക്തിയിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കാണാം. പക്ഷെ എന്താണ് പ്രത്യേകത? അതിന്റെ യുക്തിയിലേക്ക് ആഴ്ന്നെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്താണ്? കേരളത്തിലെ 55,000-ലധികം വരുന്ന പോലീസ് സേന, ആ പോലീസ് സേനയുടെ സമീപനം എന്ത് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയല്ല. മലയാളികളായ വോട്ടർമാർ നമ്മൾ തെരഞ്ഞെടുത്ത, നമ്മൾ അധികാരപ്പെടുത്തിയ ആഭ്യന്തരമന്ത്രിയും നമ്മളുടെ ആഭ്യന്തര വകുപ്പുമാണ്. കേരളത്തിന്റെ പോലീസിന്റെ സമീപനം കേരളത്തിൽ എന്തായിരിക്കണം? നമ്മളുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരോട് എന്തായിരിക്കണം? അവരുടെ യൂണിഫോം കോഡ് സന്നിവേശം ചെയ്യുന്ന അർത്ഥതലങ്ങൾ എന്തായിരിക്കണം? ഇത് തീരുമാനിക്കുന്നത് ആരാണ്? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയല്ല. നമ്മളുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ തദ്ദേശീയമായി തെരഞ്ഞെടുത്ത നമ്മളുടെ നാട്ടിലെ സർക്കാരാണ്. തമിഴ്നാട് പോലീസ് അവരുടെ സമീപനം എന്താണെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? അത് തമിഴ്നാട്ടിലെ കോടാനുകോടി വരുന്ന ജനതയാണ്, അവിടുത്തെ വോട്ടർമാരാണ്. ആ പോലീസിന്റെ സമീപനം എന്ത് എന്ന് തീരുമാനിക്കുന്നത്, അവരുടെ വേഷവിധാനം സന്നിവേശം ചെയ്യുന്ന അർത്ഥതലം എന്ത് എന്ന് തീരുമാനിക്കുന്നത് അത് ആ സംസ്ഥാനത്തെ ജനതയാണ്. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക, നമ്മളിവിടെ ഒത്തുചേരുന്നതിന് ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് പുറകിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറയുകയാണ് ഒരു രാഷ്ട്രം ഒരു പോലീസ് സേന എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ ഏതടരുകളിലും ഇന്ത്യൻ ബഹുസ്വരതയെ റദ്ദു ചെയ്ത് ഇന്ത്യൻ വൈവിധ്യ സമ്പൂർണമായ ആവാസ വ്യവസ്ഥയെ തകർത്ത് ഏകശില മനോഭാവത്തിലുള്ള മതരാഷ്ട്ര നിർമ്മാണമാക്കി അതിനെ അജണ്ടയാക്കി RSS നമ്മുടെ ഭരണത്തെ മാറ്റുവാനുള്ള ശ്രമങ്ങളിലാണ്. ഇവിടെയാണ് എന്തുകൊണ്ട് ജനകീയ പ്രതിരോധ ജാഥ പ്രസക്തമാകുന്നു. വർത്തമാനകാല ഇന്ത്യൻ മതനിരപേക്ഷ ചേരിക്ക് അതിന്റെ ഹൃദയമായി പ്രവർത്തിക്കുന്നത്, അതിന്റെ രാസത്വരകമായി ഇന്ധനമായി മാറുന്നത് നമ്മളുടെ കേരളമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ കരുത്തു നിയന്ത്രിക്കുന്ന നമ്മളുടെ കേരളമാണ്. ഇന്ത്യൻ മതനിരപേക്ഷതയെ തകർക്കുവാൻ ഒരു രാഷ്ട്രം ഒരു ഭാഷ എന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ കേരളം അഭിമാനത്തോടുകൂടെ കേരളത്തിലെ ഒരു സംസ്ഥാനത്തെ നോക്കി നമ്മൾ സപ്തഭാഷാ സംഗമഭൂമി എന്ന് പറയുന്നു. ഇന്ത്യൻ ബഹുസ്വരതയുടെ പതാകയെ കേരളം ഉയർത്തിക്കെട്ടുന്നു. ഇന്ത്യൻ മതനിരപേക്ഷതയുടെ അനുഭവങ്ങളെ വർദ്ധിച്ച കരുത്തോടുകൂടെ മലയാളി കേരളം മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ RSS എന്താണ് തീരുമാനിക്കുന്നത്? ഇന്ത്യൻ വർഗീയ ശ്രമങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ ശിരസ് കുനിക്കാതെ നട്ടെല്ല് വളയ്ക്കാതെ മതനിരപേക്ഷ കേരളം ഇന്ത്യൻ മതനിരപേക്ഷ ചേരിക്ക് കരുത്തു പകരുമ്പോൾ ആ കേരളം ഈ മുന്നേറ്റം തുടരാൻ പാടില്ല. ഈ കേരളത്തിന്റെ മനുഷ്യവികാസ സൂചികകളുടെ മുന്നേറ്റത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെ സംരക്ഷിക്കപ്പെടാൻ പാടില്ല. എന്ത് വിധേനയും കേരളത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് കരുത്തും കരുതലും നൽകുന്ന കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ തകർക്കണം, അതിനെ നിഷ്കാസിതമാക്കണം, അതിനെ തുടച്ചെറിയണം. ഇത് ആരുടെ സമീപനമാണ്? ഇത് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ സമീപനമാണ്. നമുക്കത് മനസ്സിലാകും ഏറെക്കുറെ. പക്ഷെ എന്താണ് പ്രത്യേകത? ഇപ്പോൾ നമ്മൾ കണ്ടു, ദിവസാന്തരങ്ങൾക്ക് പുറകിൽ വെച്ചിട്ടാണ് യൂണിയൻ ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആ ബജറ്റിന്റെ പ്രത്യേകത എന്താണ്? അവതരിപ്പിക്കപ്പെട്ട ബജറ്റിന്റെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് കേരളത്തിന് നൽകേണ്ട നികുതി വിഹിതം
1.9% വെട്ടിക്കുറയ്ക്കുകയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഈ ശതമാനത്തിന്റെ കണക്കുകളൊക്കെ കേൾക്കുമ്പോ സർവ്വസാധാരണക്കാരായ കോടാനുകൂടി വരുന്ന മലയാളികൾക്ക് അത്ര വേഗം ഇതിന്റെ അർത്ഥതലം സന്നിവേശിക്കപ്പെടാൻ സാധ്യതയില്ല. എന്തുകൊണ്ട് സാധ്യതയില്ല? അത്രമേൽ കുപ്രചരണമാണ്, അത്രമേൽ നുണകളുടെ മഹാപ്രഭാഗത്തിനാണ് കേരളത്തിൽ നിർഭാഗ്യവശാൽ പ്രതിപക്ഷം നേതൃത്വമാകുന്നത്. 1.9% പ്രത്യേകത എന്നാണ്? ഉദാഹരണം എന്നതുപോലെ നിങ്ങൾ സങ്കല്പിച്ചു നോക്കാം. നമ്മൾ കാക്കൂർ പഞ്ചായത്തിൽ പോയി ഈ പ്രദേശത്തെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ കുറച്ച് പലചരക്ക് പച്ചക്കറി സാധന സാമഗ്രികളൊക്കെ വാങ്ങുന്നു. ഒരു 100 രൂപ നികുതിയായി GST ആയി യൂണിയൻ ഗവൺമെന്റിന്റെ പൂളിലേക്ക് നമ്മളുടേത് പോകുന്നു എന്ന് സങ്കല്പിക്കുക. അതായത് 100 രൂപ ഏലത്തൂരിലെ കാക്കൂർ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ യൂണിയൻ ഗവൺമെന്റിന് നികുതിയാക്കി കൊടുക്കുമ്പോൾ കേരളത്തിന് കിട്ടുന്നത് എത്രയാണ്? മുമ്പ് 2 രൂപ 50 പൈസ കിട്ടുമായിരുന്നു. ഇപ്പോൾ എത്രയാണ്? 1 രൂപ 90 പൈസ. അതാണ് കേരളത്തിന്റെ നികുതി വീതം. UPക്ക് എത്രയാണ് കിട്ടുന്നത്? അത് 17%. എത്രയാണ്? 100 രൂപ കാക്കൂരിലുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഇന്ത്യ യൂണിയൻ ഗവൺമെന്റിന് നികുതി സംഭാവന ചെയ്യുമ്പോൾ അതിൽ കേരളത്തിന് 1 രൂപ 90 പൈസ, UPക്ക് 17 രൂപ. ഈ വാർത്ത കേൾക്കുന്ന സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മലയാളി അതിൽ കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ വിമർശനപരമായി ആലോചിച്ചാൽ മതി. ഇന്ത്യൻ പാർലമെന്റിൽ പോയി അന്തസ്സുള്ള കേരളത്തിലെ UDFന്റെ പാർലമെന്റ് മെമ്പർമാർ ചോദിക്കില്ലേ? എന്താണ് ചോദിക്കേണ്ടത്? അതെന്താ? 100 രൂപ കേരളം നികുതി നൽകുമ്പോൾ ഞങ്ങൾക്ക് 1 രൂപ 90 പൈസ, UPക്ക് 17 രൂപ. കേരളം എന്താ ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് ചങ്കുപൊട്ടി ചോദിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട UDFന്റെ പാർലമെന്റ് മെമ്പർ. ഒറ്റയൊരെണ്ണം പാർലമെന്റിൽ പോയി ചോദ്യം ഉന്നയിക്കുന്നുണ്ടോ? ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു ദുര്യോഗം എന്താണ്? RSS ഈ നികുതി വിഹിതം വെട്ടിച്ചു കുറയ്ക്കുന്നു. ഇപ്പൊ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. പെൻഷൻ കൊടുക്കുന്നു. 900 കോടിയാണ് ഒരു മാസത്തെ ചെലവ്. 3 ദിവസമായി പെൻഷൻ വിതരണം ആരംഭിച്ചു. 1600 രൂപ 62 ലക്ഷം കുടുംബങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ ഇങ്ങനെ നമ്മൾ എന്ത് തീരുമാനിച്ചു? ഇപ്പൊ കോൺഗ്രസുകാരെ പോലെ കമ്മ്യൂണിസ്റ്റുകാർക്കാവാൻ കഴിയില്ലല്ലോ. എന്താണ് പ്രത്യേകത? ഇപ്പൊ ഇവിടെ സെസ് പറഞ്ഞു 2 രൂപ വർദ്ധിപ്പിച്ചു. സെസ്സിനെ സംബന്ധിച്ച് 2 രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിൽ ഒരണാ പൈസയാകട്ടെ 2 രൂപയാകട്ടെ ജനജീവിതത്തെ ബാധിക്കുന്ന ഒരു വർധനവുണ്ടായാൽ അതിനെ പിന്തുണയ്ക്കുന്നവരാണോ കമ്മ്യൂണിസ്റ്റുകാര്? അല്ല, ഒരു സംശയവും വേണ്ടതില്ല. 2 രൂപയാവട്ടെ ഒരണാ പൈസയാവട്ടെ ജനജീവിതത്തെ ദുസ്സഹമാക്കുമെങ്കിൽ ആ വർധനവിനെ നമ്മൾ ന്യായീകരിക്കില്ല, നമ്മൾ പിന്തുണയ്ക്കില്ല. എന്തുകൊണ്ട് പിന്തുണയ്ക്കില്ല? കേരളത്തിലെ സാധാരണക്കാരും പട്ടിണി പാവങ്ങളുമായ ദരിദ്രരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് CPIM-ന്റേത്. പക്ഷേ എന്താണ് കേരളത്തിന്റെ അനുഭവം? നമ്മളുടെ നാട്ടിൽ കോൺഗ്രസ് ഗവൺമെന്റ് 2011-16 കാലം ഈ നാടിന്റെ രാഷ്ട്രീയത്തെ നയിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടായ അനുഭവം എന്താണ്? ഇതേ പെട്രോളിനും ഡീസലിനും കേരളത്തിൽ മാത്രം 26% സഖാവ് VS കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിന്റെ സംസ്ഥാന ഇന്ധന നികുതി. അത് 2016 സഖാവ് പിണറായി മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇറങ്ങുമ്പോൾ എത്രയാണ്? 31%. ഞാൻ പറയുന്നത് ഇന്ത്യൻ സാഹചര്യമല്ല, കേരളത്തിൽ മാത്രം കോൺഗ്രസ് കേരള സർക്കാരിനെ നയിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ കേരളത്തിൽ 5% പെട്രോളിനും ഡീസലിനും നികുതി വർദ്ധിപ്പിച്ചു. എന്താ നമ്മുടെ നാട്ടിലെ അനുഭവം? അന്തസ്സുള്ള കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്രമാധ്യമം യൂണിയൻ ഗവൺമെന്റ് പോട്ടെ, കേരളത്തിൽ 5% കോൺഗ്രസ് ഗവൺമെന്റ് പെട്രോളിനും ഡീസലിനും നികുതി വർദ്ധിപ്പിച്ചത് മര്യാദയല്ല, ജനാധിപത്യ വിരുദ്ധമാണ്, കേരളത്തിലെ സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ്. 2 നല്ല കോളം വാർത്ത എഴുതുന്നത് നമ്മുടെ ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ടോ? എഴുതിയിട്ടില്ല. ഇതിന്റെ ഗുണഭോക്താക്കൾ ആരായിരുന്നു? പെൻഷൻ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഏതുമെടുത്ത് പരിശോധിക്ക്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യക്ഷേമ അനുഭവങ്ങൾ. പെൻഷന്റെ കാര്യം ഞാൻ വിശദീകരിക്കണ്ട. എന്താണ്? 27 ലക്ഷമായിരുന്നു അന്ന് ഗുണഭോക്താക്കൾ. 600 രൂപയായിരുന്നു പെൻഷൻ. എന്തായിരുന്നു അനുഭവം? ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു മാതൃഭൂമിയിലെ ഒരു വാർത്ത. 18 മാസക്കാലം 600 രൂപ കൊടുക്കാതെ കേരളത്തിലെ 27 ലക്ഷം സാധാരണക്കാരായ കുടുംബങ്ങളെ ഇട്ട് നരകിപ്പിച്ച് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ട്രഷറിയിൽ പെൻഷൻ വിതരണം വരുമെന്ന് ഉറപ്പ് നൽകി. മാതൃഭൂമിയുടെ മുൻപേജിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത് വാർത്ത എന്തായിരുന്നു? 6 മണിക്കൂർ ജലപാനം കഴിക്കാതെ 92 വയസ്സായ ഒരു വയോധികൻ വയോജന പെൻഷനായ 600 രൂപ കിട്ടുവാൻ ജലപാനം കഴിക്കാതെ ക്യൂവിൽ നിന്ന്
ട്രഷറി ബെഞ്ചിന്റെ മുമ്പിൽ ക്യൂ എത്തുമ്പോഴുന്നത് മിനിറ്റുകൾക്ക് പുറകിൽ അയാൾ കുഴഞ്ഞു വീണു, മരണാസന്നനായി മാറി. ഏതു നാട്ടിലാണ്? യു പിയിലല്ല, ബീഹാറിലല്ല, തമിഴ്നാട്ടിലോ കർണാടകയിലോ അല്ല. ആരുടെ കാലയളവിലാണ്? പെട്രോളിനും ഡീസലിനും 5% കേരളത്തിൽ മാത്രം വർദ്ധിപ്പിച്ച് 1% സെസ് ഭവന നിർമ്മാണത്തിന് മാത്രം വർദ്ധിപ്പിച്ച കോൺഗ്രസ് കാലത്തെ അനുഭവമാണ് പറഞ്ഞത്. അന്ന് എന്തായിരുന്നു? ഈ വർധനമൊക്കെ കേരളത്തിൽ നടപ്പിലാക്കിയെന്ന് മാത്രമല്ല, കേരളത്തിലെ പാവങ്ങളെ, സാധാരണക്കാരെ, ദിവസവേതനക്കാരെ, കൂലിത്തൊഴിലാളികളെ, വയോജനങ്ങളെ, കർഷക തൊഴിലാളികളെ, കർഷകരെ, കശുവണ്ടി തൊഴിലാളികളെ, കയർ തൊഴിലാളികളെ എന്നുവേണ്ട കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗത്തിന് 600 രൂപ കൊടുക്കാതെ 1.5 വർഷക്കാലം പറ്റിച്ച കൂട്ടരാണ് ഇന്ന് കേരളത്തിൽ സമരാഭാസവുമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ കേരളത്തിന്റെ അനുഭവം എന്താണ്? അന്ന് UDF മന്ത്രിസഭ എത്ര നിജപ്പെടുത്തിയോ ആ പെട്രോൾ ഡീസലിന്റെ സംസ്ഥാന നികുതി കഴിഞ്ഞ 7 വർഷമായി കേരളത്തിൽ തുടരുന്നു. 1% വർദ്ധിപ്പിച്ചിട്ടില്ല. 2 രൂപ സെസ് വേണം. നമ്മളിപ്പോ തീരുമാനിച്ചു ഏപ്രിൽ മുതൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുകയാണ്. എന്താണ് പ്രത്യേകത? ഇതുണ്ടാകുമ്പോൾ 62 ലക്ഷം കുടുംബങ്ങളായി കേരളത്തിലെ പെൻഷൻ ഉപഭോക്താക്കൾ വർദ്ധിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണക്ക് പ്രസിദ്ധീകരിച്ചു. കണക്കിന്റെ പ്രത്യേകത എന്താണ്? വയോജന പെൻഷൻ. റിസർവ് ബാങ്ക് കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റിന്റെ ഏജൻസി അല്ല, അത് യൂണിയൻ ഗവൺമെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ദേശീയ തലത്തിലെ സാമ്പത്തിക സ്ഥാപനമാണ്. എന്താണ് പ്രത്യേകത? 62 ലക്ഷം കുടുംബങ്ങളാണ് കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ പറ്റുന്നത്. കേരളത്തിൽ ആകെയുള്ള വീടുകളുടെ എണ്ണം എത്രയാണ്? ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു അത് 85 ലക്ഷമാണ്. അതിൽ 62 ലക്ഷം കുടുംബങ്ങളും പെൻഷൻ പറ്റുന്നു. കേരളത്തിലെ ആകെ വയോജനങ്ങളുടെ എണ്ണം എത്രയാണ്? അത് 55 ലക്ഷമാണ്. കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷനിൽ എത്ര വയോജനങ്ങൾ ഈ പെൻഷൻ പറ്റുന്നുണ്ട്? 49.5 ലക്ഷം വയോജനങ്ങളും സാമൂഹ്യക്ഷേമ പെൻഷൻ പറ്റുന്നുണ്ട്. അതായത് ലളിതമായ വാക്കിൽ പറഞ്ഞാൽ നമ്മളുടെ വയോജനങ്ങളിൽ RSS ഉണ്ട്, ലീഗ് ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, കോൺഗ്രസ് ഉണ്ട്. ജീവിതത്തിൽ CPIM-ന് വോട്ട് ചെയ്തിട്ടില്ലാത്ത, CPIM-നെ പരാജയപ്പെടുത്താൻ മാത്രം വോട്ട് ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് വയോജനങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷേ 2023 ജനകീയ പ്രതിരോധ ജാഥ കേരളത്തോട്, ഇന്ത്യയോട്, ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ ചരിത്രത്തിൽ 55 ലക്ഷം വയോജനങ്ങളിൽ 49.5 ലക്ഷം വയോജനങ്ങളും 1600 രൂപ ഒരു സർക്കാർ ഓഫീസിന്റെ കടത്തിണ്ണയിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കനിവിനായും കാത്തു നിൽക്കാതെ കേരളത്തിലെ 90% വരുന്ന വയോജനങ്ങൾക്ക് വീടിന്റെ പടിക്കൽ മുടങ്ങാതെ 1600 രൂപ എത്തിച്ചു കൊടുക്കണമെങ്കിൽ സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കേണ്ടതായി വന്നു. ഈ രാഷ്ട്രീയ ചൈത്രയാത്ര തുടരേണ്ടതുണ്ടോ? ഈ ജാഥ ചോദിക്കുന്ന ചോദ്യം ഇത്രയുള്ളൂ. ഈ ചൈത്രയാത്ര തുടരേണ്ടതുണ്ടോ? സെസ് പിൻവലിക്കാം. എന്ത് ചെയ്യാം? 18 മാസക്കാലം പെൻഷൻ കൊടുക്കാതെ ജനങ്ങളെ ചതിച്ച, പറ്റിച്ച, നരകിപ്പിച്ച, ആരോഗ്യ കേന്ദ്രങ്ങളിൽ മരുന്നില്ലാതിരുന്ന, PHSയും FSHയും CHSയും പൂട്ടിപ്പോയ, താലൂക്ക് ആശുപത്രി മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ മരുന്നില്ലാതെ വലഞ്ഞ കേരളത്തിന്റെ പൊതുവിതരണ കേന്ദ്രങ്ങൾ, പലചരക്ക് സാധനങ്ങൾ ഇല്ലാതിരുന്ന കേരളത്തിന്റെ സർക്കാർ സ്കൂളുകൾ നഷ്ടത്തിലാക്കി ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു തകർത്ത കോഴിക്കോട് മറക്കാൻ പാടില്ലല്ലോ. എന്താ കേരളത്തിന്റെ അനുഭവം? ഇപ്പൊ ഇടതുപക്ഷ ഭരണകാലയളവിൽ നമ്മൾ എല്ലാ മേഖലയിലും മെച്ചപ്പെട്ട അനുഭവമായി മുമ്പോട്ടേക്ക് പോയി. 7 വർഷക്കാലം മുമ്പ് കോഴിക്കോടുണ്ടായ അനുഭവം എന്താണ്? നമ്മളുടെ മണ്ണിലാണ് മലാപ്പറമ്പ് AUUP സ്കൂൾ. അൺഎക്കണോമിക് ആണ് എന്ന് ലീഗും കോൺഗ്രസും തീരുമാനിച്ചിട്ട് എന്തുണ്ടായി? ഞങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് പകൽ മുഴുവൻ SFIയുടെ സമരമാണ്. സമരമൊഴിഞ്ഞ രാത്രിയുടെ മറവിൽ എന്ത് ചെയ്തു? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ നിങ്ങൾ മറക്കാൻ സാധ്യതയില്ല. എന്താണ് പ്രത്യേകത? കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ സെപ്റ്റംബർ മാസം 8-ാം തീയതി പരീക്ഷ എഴുതാൻ തയ്യാറെടുത്തപ്പോൾ പാഠപുസ്തകമില്ല എന്ന് നെഞ്ചുകലങ്ങി പറഞ്ഞ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ മുഖത്ത് നോക്കി ലീഗിന്റെ പരമപണ്ഡിതനായ വിദ്യാഭ്യാസ മന്ത്രി എന്ത് പറഞ്ഞു? അള്ളാണ് ഇത്തവണ ഓണം നേരത്തെ വന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കളിമാറിയേനെ. പാഠപുസ്തകം അച്ചടിച്ച് ഞങ്ങൾ നൽകാത്തത് ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് എന്ന് വിളിച്ചു പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ആ കാലം മാറി. സ്കൂൾ ബുൾഡോസർ ഉപയോഗിച്ച് നഷ്ടത്തിലായ സ്കൂൾ ഇടിച്ചു നിരത്തിയ മണ്ണാണ് കോഴിക്കോടിന്റേത്. ആ കാലവും മാറി. ഇപ്പോഴെന്താണ്? സർക്കാർ സ്കൂളുകൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് ശിരസ് ഉയർത്തുന്നു. കേരളത്തിന്റെ സാമൂഹ്യക്ഷേമ അനുഭവങ്ങൾ ലോകോത്തരമായി
ഇന്ത്യക്ക് മുമ്പിൽ ഒരു അത്ഭുതം എന്നതുപോലെ മാറുന്നു. ഈ അനുഭവം തുടരേണ്ടതുണ്ടോ എന്നുള്ളതാണ്, ഈ രാഷ്ട്രീയ ജൈത്രയാത്ര തുടരേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ജാഥ നമ്മളോട് സന്നിവേശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. നമ്മളേറെ കാത്തിരിക്കുന്ന വർത്തമാനകാല ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ ഇരുൾ പൂക്കുന്ന അനുഭവങ്ങളിൽ പ്രതീക്ഷയുടെ നിറച്ചാർത്തുമായി എല്ലായിടങ്ങളിലും പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ, എല്ലാ വിളക്കുകളും അണിഞ്ഞു പോകുമ്പോൾ, ഒരു വിളക്ക് കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യശോഭയോടുകൂടെ ഇന്ത്യക്ക് പ്രതീക്ഷയേകുന്നത് നമ്മുടെ കേരളമാണ്. ആ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, ജനകീയ പ്രതിരോധ ജാഥയുടെ വർത്തമാനകാല ഇന്ത്യൻ മതനിരപേക്ഷ ചേരിയുടെ പ്രതീക്ഷയായി മാറുന്ന നമ്മുടെ ജാഥാ നായകൻ, നമ്മുടെ ജാഥാ ക്യാപ്റ്റൻ സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ, നമ്മളേറെ കാത്തിരുന്ന നമ്മളുടെ തെരുവോരങ്ങളുടെ സ്നേഹവായ്പോടുകൂടെയുള്ള സ്നേഹനിർഭരമായ സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങി നമ്മുടെ കാക്കൂരിന്റെ മണ്ണിൽ, ഏലത്തൂരിന്റെ മണ്ണിൽ നിങ്ങളെ ഏവരെയും സന്ദർശിക്കുവാൻ, നിങ്ങളുടെ സ്നേഹനിർഭരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുവാൻ നമ്മളുടെ നടുവിലൂടെ നടന്നെത്തുന്നു. നമുക്ക് ജാഥാ ക്യാപ്റ്റനെ സ്വീകരിക്കാം. ചെമ്പതാകകൾ ഉയർത്തിപ്പിടിച്ച് അഭിവാദ്യം ചെയ്യുക. സമരപഥങ്ങളിലെ പോരാട്ട ഭൂമികയിൽ കോട്ടകെട്ടിയും കൊടിപിടിച്ചും ബലിത്തറകളെ സാക്ഷി നിർത്തി കാസർഗോഡ് കുമ്പളയുടെ രണസ്മരണകൾ ഊർജ്ജമാക്കി പോരാളികളുടെ ഇതിഹാസ ഭൂമിയിലായ കണ്ണൂരിനെ ഇളക്കി മറിച്ച് മാമലനാടിന്റെ വികസന മുദ്രാവാക്യങ്ങളെ അടയാളപ്പെടുത്തി നാടിന്റെ രാഷ്ട്രീയ തലസ്ഥാനമായ കോഴിക്കോടിന് ജാഥയുടെ 3-ാം നാൾ മുക്കത്തെയും കൊടുവള്ളിയിലെയും ബാലുശ്ശേരിയിലെയും പേരാമ്പ്രയിലെയും സ്വീകരണം ഏറ്റുവാങ്ങി ഇതാ എലത്തൂരിലേക്ക് പ്രിയപ്പെട്ട മോഹനൻ മാസ്റ്ററോടൊപ്പം എത്തിച്ചേർന്നിരിക്കുകയാണ്. സാമ്രാജ്യത്വത്തിനും ജന്മിനാടി വാഴ്ത്തത്തിനുമെതിരെ ചോര കൊണ്ട് വീരേതിഹാസം രചിച്ച പോരാളികളുടെ സ്മരണ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് LDF സർക്കാർ നടത്തിയ വികസന നേട്ടങ്ങളുടെ വഴികളിലൂടെ പ്രയാണം തുടർന്ന ജാഥ കരുത്തിന്റെ തേരോട്ടമായ എലത്തൂർ നിയോജക മണ്ഡലത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർക്ക് എലത്തൂർ നിയോജക മണ്ഡലം നടത്തുന്ന ആദരമാണ്. പ്രിയപ്പെട്ടവരെ, ഈ എലത്തൂർ നിയോജക മണ്ഡലമാകെ ഈ സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചെത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ജനകീയ പ്രതിരോധ ജാഥയുടെ ലീഡർ, നമ്മുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് ഗോവിന്ദൻ മാസ്റ്ററോട് അഭ്യർത്ഥിക്കുകയാണ്. അതിനുശേഷം സ്വീകരണ പരിപാടികൾ തുടരും. ഈ പരിപാടിയുടെ അധ്യക്ഷൻ, ഇവിടെ ഈ വേദിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് മോഹൻ മാസ്റ്റർ, സഖാവ് ലിയ, മറ്റ് മുതിർന്ന പാർട്ടി നേതാക്കൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ഘടകങ്ങളിൽ നിന്നായി എത്തിച്ചേർന്ന പാർട്ടി നേതാക്കൾ, ജീവിതത്തിൻ്റെ നാനാതുറകളിൽ നിന്നും ഒഴുകിയെത്തിയ 10,000-കണക്കിന് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇത്തരമൊരു ജാഥ പര്യടനം നടത്തുമ്പോൾ അതിനെ സ്വീകരിക്കാൻ പറ്റുന്ന, ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്ഥലവും കേരളത്തിലെ ചെറുപട്ടണങ്ങളില്ല എന്നതാണ് വസ്തുത. ഇപ്പം ഇവിടെ ഉള്ളതിനേക്കാളും കൂടുതൽ ആളുകൾ പുറത്താണ്.
ഒരു കിലോമീറ്ററിന്റെ അപ്പുറത്ത് ഇറങ്ങി തുറന്ന വാഹനത്തിൽ വരുമ്പോൾ ഈ ജാഥാ സ്വീകരണവുമായിട്ട് വന്ന ആയിരക്കണക്കിന് ആളുകൾ പുറത്ത് റോഡിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് നേരത്തെ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഈ സൗകര്യമെങ്കിലും ലഭിച്ചത്. ഞങ്ങൾ കഴിഞ്ഞ 20-ാം തീയതി ഈ ജാഥ സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഓരോ സ്വീകരണ പരിപാടിയിലും ഇതേപോലെയുള്ള കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10,000 ആളുകൾ പങ്കെടുക്കണം തീരുമാനിച്ച സ്ഥലത്ത് 25,000 ആളുകൾ വരെ പങ്കെടുക്കുന്ന അഭൂതപൂർവമായ ജനകീയ മുന്നേറ്റം. ആ മുന്നേറ്റത്തിന് അടിസ്ഥാനം ഞങ്ങൾ ആരെങ്കിലും ഈ ജാഥയിലുള്ളത് കൊണ്ടാണ് എന്നൊരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല. ഈ ജാഥ ജനങ്ങൾ നെഞ്ചേറ്റിയിരിക്കുകയാണ്. ജനകീയ പ്രതിരോധ ജാഥ എന്നാണ് ഞങ്ങൾ ഇതിന് പേര് നൽകിയത്. കേന്ദ്ര ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിനെതിരായ സാമ്പത്തിക പ്രതിരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഈ ജാഥയിൽ പറയുകയാണ്. RSS വർഗീയവൽക്കരിച്ചുകൊണ്ട് ഈ ഇന്ത്യയെ ഇല്ലാതാക്കാൻ, അതിന്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കാൻ, ഈ രാജ്യം നൂറ്റാണ്ടുകളായിട്ട് വളർത്തിയെടുത്ത അതിന്റെ ദേശീയ ഐക്യത്തെ തകർക്കാൻ, ഹിന്ദുത്വ രാഷ്ട്രമാക്കി ഇതിനെ മാറ്റുമെന്ന് പ്രഖ്യാപിച്ച് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ കുത്തക കുടുംബങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ താറുമാറാക്കുന്നതിനു വേണ്ടിയുള്ള ഈ രാജ്യത്തിന്റെ ഭരണഘടനയും മതനിരപേക്ഷ ഉള്ളടക്കവും ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യവുമെല്ലാം ഇല്ലാതാക്കി ഇന്ത്യയുടെ ലോകത്തിന്റെ മുമ്പിലുള്ള യശസ് തകർക്കാൻ, ഒരു ഹിന്ദുത്വ നാടാക്കി ഇതിനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന RSSനെയും BJPയെയും അതിന്റെ സംഘപരിവാർ വിഭാഗങ്ങളെയും ഈ കേരളത്തിലെ ജനങ്ങൾ അതിശക്തിയായിട്ട് പ്രതിരോധിക്കുമെന്ന പ്രതിരോധ ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവേശകരമായ ചിത്രം. സഖാക്കളെ, ഈ ജാഥ കടന്നു വരുമ്പോൾ ഞങ്ങളോട് ചിലർ ഇപ്പോഴും പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ടും ചോദിക്കുന്നുണ്ട്, പാർട്ടിക്കകത്തുള്ള വലിയ വിവാദവും പ്രശ്നങ്ങളും അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതില്ലായ്മ ചെയ്യാനാണോ നിങ്ങൾ ഇങ്ങനെ ഒരു ജാഥയുമായി പുറപ്പെട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പാർട്ടിക്കകത്ത് ഒരു വിഭാഗീയതയും ഇപ്പോഴില്ല. പാർട്ടി ശരിയായ രാഷ്ട്രീയ സംഘടനാ നിലപാടനുസരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന പാർട്ടിയാണ്. എന്നാൽ ഈ പാർട്ടി പ്രവർത്തിക്കുന്നത് ഈ സമൂഹത്തിലാണ്. ഫ്യൂഡൽ ആശയങ്ങൾക്ക്, മുതലാളിത്ത ജീർണത ഉൾപ്പെടെയുള്ള എല്ലാ ആശയ സംഹിതകൾക്കും നല്ല സ്വാധീനം കിട്ടുന്നൊരു സമൂഹമാണ് ഈ ഇന്ത്യൻ സമൂഹം. അതിലാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. അതിൽ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചിലരിലും ഈ രോഗം, ഈ ജീർണത ബാധിക്കാൻ ഇടയുണ്ട്. ആ ജീർണത എങ്ങനെയാണ് ഫലപ്രദമായിട്ട് ഒഴിവാക്കുക? പാർട്ടി സ്വയം വിമർശനം നടത്തി ഒരു കൊല്ലം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊല്ലം, ഒരു മാസമല്ല, പാർട്ടി ജീവിതത്തിലുടനീളം തെറ്റായ എല്ലാ പ്രവണതകളെയും പിഴുതെറിയാൻ, ഞാൻ ഈ ജാഥയുടെ ഭാഗമായിട്ട് എല്ലാ സ്ഥലത്തും പറഞ്ഞൊരു കാര്യം, നല്ല വിളവുണ്ടാവണമെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള കള പറിച്ചു മാറ്റുക തന്നെ വേണം എന്നുള്ളതാണ്. വിളക്ക് എന്തെങ്കിലും രീതിയിലുള്ള രോഗം ബാധിച്ചാൽ ആ രോഗത്തിന് ചികിത്സയും വേണം. നല്ലപോലെ ചികിത്സിക്കുന്നത് ഈ പാർട്ടി സംവിധാനം തന്നെ. അടിമുടി മേലെ മുതൽ താഴെ വരെ ജാഗ്രതയോടെ ഈ പാർട്ടിയെ കാത്തു സൂക്ഷിക്കാൻ, ഈ പാർട്ടിയെ ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി നിലനിർത്താൻ, തെറ്റായ എല്ലാ പ്രവണതകളെയും തിരുത്താൻ
ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ അന്യമായ ഒന്നും തന്നെ ഈ പാർട്ടിക്ക് അംഗീകരിക്കാനാവില്ല. ഞങ്ങൾ ഈ ജാഥയിലുടനീളം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അവസാന വാക്ക് ജനങ്ങളുടേതാണ് എന്നതാണ്. ജനങ്ങളാണ് ഇതിന്റെ അവസാന വാക്ക് പറയാൻ അർഹതയുള്ളവർ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശരിയായ ദിശാബോധത്തോടെയും വളരെ ഫലപ്രദമായ സംഘടനാ രാഷ്ട്രീയ നിലപാടിലൂടെയും തെറ്റായ എല്ലാ പ്രവണതകളെയും മാറ്റി രാജ്യത്ത് കാണുന്ന കമ്മ്യൂണിസ്റ്റ് ആൾരൂപങ്ങളായി മാതൃകാപരമായ പ്രവർത്തകരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയുള്ള സംഘടനാപരമായ നേതൃത്വം എന്ന രീതിയിൽ അഖിലേന്ത്യാ നേതൃത്വമായാലും സംസ്ഥാന നേതൃത്വമായാലും ജില്ലാ നേതൃത്വമായാലും ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് പോകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവേണ്ടതില്ല. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശരിയായ ദിശാബോധത്തോടെ പാർട്ടിയെ നയിക്കുന്നതിനു വേണ്ടിയാണ് ലക്ഷക്കണക്കിന് കേഡർമാർ ഈ പാർട്ടിയിൽ അണിനിരന്ന് ഇപ്പോഴും മുന്നോട്ടേക്ക് പോകുന്നത് എന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, ഏതെങ്കിലും ഒരാളല്ല, ഈ പാർട്ടി ആകെയാണ് ഈ ശരിയായ ശരിമക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പാർട്ടി സംഘടനാപരമായ കാര്യങ്ങളിൽ അണിനിരക്കുന്നത്. ഞങ്ങൾ ഈ ജാഥയിൽ ഉയർത്തിയ മുദ്രാവാക്യം ഞാനിവിടെ രണ്ട് കാര്യവും പറഞ്ഞു. ഒന്ന്, വർഗീയതയ്ക്കെതിരായിട്ട് ജനമനസ്സുകളിൽ കൃത്യമായ ധാരണയുണ്ടാക്കുക. രണ്ട്, കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ട് നടക്കുന്ന അതിശക്തിയായിട്ടുള്ള ഒരു ഉപരോധം പോലെ കേന്ദ്ര ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക ഘടനയെപ്പറ്റിയുള്ള കാര്യങ്ങളിൽ ഒരു സംശയമില്ലാത്ത രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് അതിന്റെ പ്രതിരോധം തീർക്കുക. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്, ഇന്ന് ഈ രാജ്യത്തുള്ള ഒരേ ഒരു ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ. അത് കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റാണ്. ഒരു കാര്യം എല്ലാവരും സമ്മതിക്കുന്നുണ്ട്, അത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും BJPക്കാരും എല്ലാം സമ്മതിക്കുന്നുണ്ട്. അതെന്താ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രത്യേകത, ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനിച്ച കാര്യം നടപ്പിലാക്കും എന്നുള്ളതിന്റെ ഗ്യാരണ്ടിയാണ് പിണറായി വിജയൻ എന്ന ആ പേര്. വെറുതെ പറയില്ല, തീരുമാനിച്ചെങ്കിൽ അത് നടന്നിരിക്കും. നാഷണൽ ഹൈവേ UDF തീരുമാനിച്ചു വേണ്ട. നാഷണൽ ഹൈവേ വേണ്ടെന്ന് തീരുമാനിച്ച് ഫയൽ മടക്കി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് അയച്ചവരാണ് ഉമ്മൻചാണ്ടിയും UDF. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വന്നപ്പോൾ, ഒന്നാമത്തെ ടേം അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞു 4 വരി പാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ആ 4 വരി പാതക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഉൾപ്പെടെ ഒന്നും UDF നടത്തിയില്ല. ഞങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യത്തെ ഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. കേട്ടില്ലേ? വയൽക്കിളികളൊക്കെ എന്റെ നാട്ടിലായിരുന്നു വയൽക്കിളി. ആ കിളിയെല്ലാം ഇപ്പൊ നമ്മോടൊപ്പം തന്നെയുണ്ട്. കിളി എവിടെയും പറന്നു പോയിട്ടൊന്നുമില്ല. ചിലര് അന്നത്തെ അവരുടെ വികാരത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം പറയാൻ കഴിയും, 6500 കോടി റുപ്യ കിഫ്ബി കൊടുത്തിട്ടാണ് ഭൂമി ഏറ്റുവാങ്ങിയത്. മുമ്പേ ഈ ഉമ്മൻചാണ്ടി ഏറ്റുവാങ്ങിയിരുന്നുവെങ്കിൽ ഈ 6500 കോടി റുപ്യ കേരളം കൊടുക്കേണ്ടി വരില്ല. ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഭൂമി ഏറ്റെടുക്കാൻ പണം കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ, അത് കേരളമാണ്. മറ്റൊരു സംസ്ഥാനത്തും ഭൂമി ഏറ്റെടുക്കുന്നതിന് നിങ്ങൾ പണം തരണമെന്ന് ഒരു സംസ്ഥാനത്തോടും കേന്ദ്രം പറഞ്ഞിട്ടില്ല, നാഷണൽ ഹൈവേ അതോറിറ്റിയും പറഞ്ഞിട്ടില്ല. നമ്മോട് പറഞ്ഞു ഭൂമി ഏറ്റെടുക്കാതെ റോഡില്ല. എന്താ ചെയ്യാ? നമുക്ക് റോഡ് വേണ്ടേ? അപ്പൊ പിന്നെ റോഡ് വേണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കണം. പിന്നെ ഗഡ്കരിയൊക്കെ ആയിട്ട് സഖാവ് പിണറായി നടത്തിയ ചർച്ചയെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, 100% പണവും കേരളത്തിന് തരാനാവില്ല. അപ്പോൾ 25%, കാൽ ഭാഗം ഞങ്ങൾ തരാം. സമ്മതിക്കേണ്ടി വന്നു, വേറെ വഴിയില്ല. അങ്ങനെ 25% ഭൂമിയുടെ വില
കേരള ഗവൺമെന്റ് കൊടുത്തപ്പോഴാണ് ഈ 6500 കോടി കിഫ്ബിക്ക് കൊടുക്കേണ്ടി വന്നത്. കിഫ്ബി അതും കൊടുത്തത്, മനസ്സിലായില്ലേ? എന്നിട്ട് ഇപ്പോഴും റോഡ് പണി ആരംഭിച്ചു. ഇപ്പൊ കാസർഗോഡ് അങ്ങേ അറ്റം മുതൽ ആദ്യം തുടങ്ങുന്നത് നമ്മുടെ തന്നെ ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. ഏതാ സൊസൈറ്റി അറിയോ? ലോകത്ത് തന്നെ അങ്ങനെ ഒരേ ഒരു സൊസൈറ്റിയേ ഉള്ളൂ. ഏതാ? ആർക്കും അറിയുന്നില്ല. ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. അദാനിയുടെ കമ്പനിയുമായിട്ട് മത്സരിച്ചാണ് ആ കരാർ നമ്മുടെ ഊരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കിട്ടിയത്. ഇന്നിപ്പോഴും രാവിലെ കോഴിക്കോട് വെച്ച് ചേർന്ന പൗരപ്രമുഖന്മാരുൾപ്പെടെയുള്ളവരുടെ യോഗത്തിൽ അവിടെ രമേശ് എന്ന് പറയുന്നതിന്റെ ചെയർമാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ രമേശൻ പറഞ്ഞു, ഈ കേരളത്തിലെ ആദ്യം പൂർത്തിയാക്കുന്ന നാഷണൽ ഹൈവേ 66 ആദ്യത്തെ റീച്ച് തലപ്പാടി മുതൽ ചെറുക്കള വരെയുള്ള ഞങ്ങൾ ഏറ്റെടുത്ത റീച്ചായിരിക്കും എന്ന് ഇന്നിപ്പോ പറഞ്ഞിരിക്കുകയാണ്. ആദ്യം പൂർത്തിയാകുന്നത് അതായിരിക്കും. എല്ലാം വരുന്ന കുറച്ച് മാസം കഴിയുമ്പോഴേക്ക് പൂർത്തിയാക്കാനാണ് ശ്രമം. ഇക്കൊല്ലം, അടുത്ത കൊല്ലവും. അതൊരു കാഴ്ചയാണ്. നിങ്ങൾക്ക് ഇവിടെ ഈ ഹൈവേ ഇല്ല, പക്ഷേ കാക്കൂരുകാരെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഹൈവേ കാണാൻ പോകും. ഉത്സവം കാണാൻ പോകും പോലെ, തെയ്യം കാണാൻ പോകും പോലെ. എന്താ കാര്യം? 45 മീറ്റർ വീതി, 6 വരി അതിന്റെ നടുക്കെ, 2 വരി അപ്പുറവും ഇപ്പുറവും. എന്താ? സർവീസ് റോഡ്. ഈ 2 സർവീസ് റോഡും ഈ 6 വരിയും കൂടി എത്രയായി? 8 വരി പാതയാണ്. 4 വരിയാണ് ഉദ്ദേശിച്ചത്, അതിപ്പോ 8 വരി പാതയാണ്. ആ 8 വരി പാത അതിന്റെ പണി പൂർത്തിയാക്കിയാൽ ആ റോഡിന്റെ മേലെയുള്ള വരയും കുറിയും പിന്നെ ലൈറ്റും എല്ലാം കൂടി വന്നാൽ ഒരു സന്ധ്യാനേരത്ത് നിങ്ങൾ ആ ഹൈവേ കാണാൻ ഒരു സംശയവും വേണ്ട. ടൂറിസ്റ്റുകളെ പോലെ നമ്മുടെ കാക്കൂർ ഈ പറയുന്ന പ്രദേശത്തുള്ള ആളുകൾ ഉൾപ്പെടെ റോഡ് കാണാൻ പോയി. ഇപ്പൊ തന്നെ റോഡ് കാണാൻ പോകുന്നുണ്ട് ആള്, പണി കാണാൻ. ഇനി അത് പൂർത്തിയായാലോ? അപ്പോൾ കേരളത്തിന്റെ ഒരു പുതിയ മുഖം ഈ കേരളം മുഴുവൻ കാണുകയാണ്. യൂറോപ്പിൽ പോയതുപോലെ ഒരു പ്രതീതി ജനിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കും ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ. അത് കേരളത്തിലെ ഗവൺമെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ, സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്യില്ല, ഭൂമിയുടെ മേലെ റോഡ് ഉണ്ടാവുകയും ചെയ്യില്ല. ഇതൊരു വളരെ വസ്തുതയല്ലേ? ഇനിയിപ്പോ വളരെ പ്രധാനമായിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതിനേക്കാൾ വലിയ മുന്നേറ്റാണ് ഉദ്ദേശിച്ചത്. കേരയിൽ ഞങ്ങൾ പറഞ്ഞു. കേരയിൽ എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് കോടി ഉറുപ്പിക വേണം മൂലധന നിക്ഷേപം. അതിന് ജപ്പാൻ ബാങ്ക് 0.5% കടം തരാം എന്ന് നമ്മളോട് സമ്മതിച്ചതാണ്. മൂലധന നിക്ഷേപത്തിന് കടം വാങ്ങണം. അത് കടം കയറിപ്പോകുന്നു എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. ബൂർഷ്വാ അർത്ഥശാസ്ത്രജ്ഞന്മാർ തന്നെ ചൂണ്ടിക്കാണിച്ചത് മൂലധന നിക്ഷേപത്തിന് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കാനാവണമെന്നാണ്. നമുക്ക് 20 കൊല്ലം കഴിഞ്ഞിട്ട് അത് തിരിച്ചടച്ചാൽ മതി, അത് നമ്മുടെ സ്വന്തമായിട്ട് മാറും. ഇതിനെല്ലാം നല്ല രീതിയിൽ ജനകീയ പിന്തുണയുണ്ട്. പക്ഷേ ഇവിടെ UDF-കാർ പറഞ്ഞു, കോൺഗ്രസ്സുകാർ പറഞ്ഞു, ലീഗുകാർ പറഞ്ഞു, BJP-ക്കാർ അവർ പറഞ്ഞു ഇതിവിടെ വേണ്ട. എന്തേ വേണ്ടത്? നാഷണൽ ഹൈവേയുടെ ഏറ്റെടുത്ത ഭൂമിയുടെ പകുതിയെ വേണ്ടു ഇതിന്. അപ്പോ പിന്നെ വേറെ ഒന്നും പറയാൻ അവർക്കില്ല. അതിവിടെ പറ്റൂല എന്നാണ്. ഇവിടെ നീ കാക്കൂരിന്ന് കോഴിക്കോടേക്ക് 1/2 മണിക്കൂർ കൊണ്ട് കോഴിക്കോടെത്തും. ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു, എല്ലാവരും പോട്ടെ, നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ യൂണിറ്റ് നല്ല അപ്പം ഉണ്ടാക്കുന്ന യൂണിറ്റ് ഉണ്ട്. അവർക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാളും വലിയ വിലക്ക് എറണാകുളത്ത് കൊണ്ടുപോയി വിറ്റാ പൈസ കിട്ടും. 2 സ്ത്രീകൾ 2 വലിയ കൊട്ടയായിട്ട് രാവിലെ 8 മണിക്ക് ചായയും കഴിച്ച് കോഴിക്കോട് പോയി 9 മണിക്ക് ട്രെയിൻ കയറി 1.5 മണിക്കൂറേ വേണ്ടു എറണാകുളത്തേക്ക്. 1.5 മണിക്കൂർ. 3 മണിക്കൂർ 54 മിനിറ്റ് ഉണ്ടായാൽ കാസർഗോഡ് എത്തും, തിരുവനന്തപുരത്ത് നിന്ന്. 39 വാഹനം അങ്ങോട്ടും 39 വാഹനം ഇങ്ങോട്ടും. 20 മിനിറ്റ് ഇടവിട്ട് വണ്ടി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം, ചാർജ് കുറവും.
ഈ അപ്പം അവിടെ കൊണ്ടുപോയിട്ട് വിറ്റ് ഇവിടുന്ന് 9 മണിക്ക് വണ്ടി കയറി 10:30 മണിയാവുമ്പോഴേക്ക് അവിടെ എത്തി. അരമണിക്കൂർ കൊണ്ട് അത് വിൽക്കാനാവും. 11 മണിക്ക് ഒരു ചായയും കുടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാം. 12:30 മണിയാവുമ്പോഴേക്ക് കോഴിക്കോടെത്തും. 1 മണിയാവുമ്പോഴേക്ക് വീട്ടിൽ ഉച്ചഭക്ഷണം വീട്ടിൽ നിന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. വക്കീലന്മാര്, ഉദ്യോഗസ്ഥന്മാര് എറണാകുളത്തേക്ക്, തിരുവനന്തപുരത്തേക്ക് രാവിലെ പുറപ്പെട്ടാൽ രാവിലെ 10 മണിയാവുമ്പോഴേക്ക് തന്നെ അവിടെ എത്താം, തിരുവനന്തപുരത്താ. കാരണം 3 മണിക്കൂർ 54 മിനിറ്റാ മൊത്തം. കോഴിക്കോട് നിന്ന് വരുമ്പോൾ 3 മണിക്കൂർ വേണ്ട. അപ്പോൾ ഇവിടുന്ന് 6 മണിക്ക് പുറപ്പെട്ടാൽ 7 മണിക്ക് പുറപ്പെട്ടാൽ 10 മണിയാവുമ്പോഴേക്ക് തിരുവനന്തപുരത്തും. ഇതുപോലെ ഏറ്റവും വികസിതമായ ഒരു 50 കൊല്ലത്തിന്റെ അപ്പുറം കണ്ടുകൊണ്ടുള്ള ഈ വികസന നിലപാട് കേരളത്തിലെ UDF-കാർക്ക് പറ്റുന്നില്ല, UDF അംഗീകരിക്കുന്നില്ല. അതിനെ തുരങ്കം വെക്കാൻ വേണ്ടി വലിയ സമരം ജനങ്ങളെ ഇളക്കി വിട്ട് നടത്തുകയാണ്. ഞാനൊരു കാര്യം പറയാം, ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ അനുവദിക്കില്ല എന്നാണ് UDF. ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്നാണ് BJP. എന്താ കാര്യമെന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേമിലേക്ക് പിണറായി വിജയൻ ഗവൺമെന്റ് വന്നു. ഇനി നാഷണൽ ഹൈവേയും വന്നു. ഈ കേരളയിലെ സുവർണ ലൈനും വന്നു. നാടിങ്ങനെ വികസിച്ചുകൊണ്ടിരുന്നാൽ കോൺഗ്രസുകാർക്ക് മനസ്സിലായി, ലീഗുകാർക്ക് മനസ്സിലായി, നമ്മുടെ കാര്യം പോക്കാണ് അടുത്ത ടേമിലും. അപ്പൊ 2 ടേം കഴിഞ്ഞ് 3ാമത്തെ ടേമും പോയാൽ പിന്നെ കോൺഗ്രസിന്റെ സ്ഥിതി എന്തായിരിക്കും, ലീഗിന്റെ കാര്യം എന്തായിരിക്കും എന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പൊ അവര് പറയാണ് പറ്റില്ല. എന്തേ പറ്റാത്തത്? പറ്റാതെ തന്നെ. ഇമാതിരി ഒരു പ്രതിപക്ഷമുണ്ടോ ലോകത്ത്? നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ ഭാവനാപൂർവ്വം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്നത് സങ്കുചിതമായ രാഷ്ട്രീയം മാത്രമാണ്. അതിനെ തുറന്നു കാണിക്കുക, അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഈ ജാതിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. 20 ലക്ഷം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കണം. ഫലപ്രദമായി 1 ലക്ഷം സംരംഭകരെ പറ്റി ഞങ്ങൾ പറഞ്ഞു. 1.5 ലക്ഷം ആവാൻ പോവാണ് ഈ മാർച്ച് മാസമാവുമ്പോൾ. നല്ല നിലയിൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള സാധ്യത വരികയാണ്. 100 ദിന പരിപാടിയുടെ ഭാഗമായിട്ട് 15,800 കോടി രൂപ 1200 പ്രോജക്റ്റുകൾ കേരളത്തിൽ 3 മാസവും 10 ദിവസവും കൊണ്ട് ഇപ്പോൾ നടപ്പിലാക്കാൻ പോവാണ്. അപ്പോ 4.33 ലക്ഷം ആളുകൾക്ക് തൊഴിൽ ലഭിക്കും അതിന്റെ ഭാഗമായിട്ട്. ഇങ്ങനെ കോടിക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ മേഖലയിൽ തൊഴിലില്ലായ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് കുറയുകയാണ്. നമുക്ക് 2-3 കൊല്ലം കൊണ്ട് വലിയ രീതിയിൽ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാം. നമ്മുടെ ആളുകൾക്ക് ഇവിടെ കയറിക്കിടക്കാൻ അടയുണ്ട്, വീടുണ്ട്. മിക്കവാറും 3,42,000 ആളുകൾക്ക് വീട് വേണം, പക്ഷേ ഭൂമിയില്ല. ഗവൺമെന്റ് പറഞ്ഞു 3,42,000 ആളുകൾക്ക് 3 സെന്റ് വീതം ഭൂമി ഞങ്ങൾ നൽകും. ഇന്ത്യയിലെ ഏതെങ്കിലും ഗവൺമെന്റ് പറഞ്ഞോ അവരുടെ ഭൂമി തട്ടിപ്പറിക്കുന്നതല്ലാതെ അവർക്ക് ഭൂമി കൊടുത്തോ? ഞങ്ങള് 10,500 ഏക്കർ ഭൂമി അതിനുവേണ്ടി കണ്ടെത്തി അത് കൊടുക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഭൂമി കൊടുക്കും, വീട് കൊടുക്കും, ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്, പട്ടിണിയില്ല. 0.7% പട്ടിണി. UP-യിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും 52% വരെയാണ് പട്ടിണി. ഇവിടെ അതിദരിദ്രരായ 64,006 കുടുംബമുണ്ട്. ആ കുടുംബങ്ങൾക്ക് മുഴുവൻ സാധാരണ ജീവിതം നയിക്കാനുള്ള ഗവൺമെന്റ് തന്നെ പറഞ്ഞു ഞങ്ങൾ ദത്തെടുക്കുകയാണ്. പാവപ്പെട്ട മനുഷ്യരെ ദത്തെടുക്കുകയാണ് ഈ ഗവൺമെന്റ്. ഇങ്ങനെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഫലപ്രദമായ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വലിയ രീതിയിലുള്ള വികസനമാണ് നടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നല്ലപോലെ ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അവസരമുണ്ട്. ഇതെല്ലാം ചേർന്നാൽ പിന്നെ വേണ്ടത് എന്താ? ഇതെല്ലാം ചേർന്നാൽ പിന്നെ വേണ്ടത് സന്തോഷമാണ്. നമ്മുടെ കേരളത്തിലെ മലയാളികൾ എല്ലാം സന്തോഷത്തോടെ സന്തോഷവതികളായി സന്തോഷവാന്മാരായി കഴിയണം. അപ്പോൾ സമാധാനവും സന്തോഷവും ഈ കേരളത്തിന് തീർച്ചയായിട്ടും നമുക്ക് നൽകാനാവും. ആ തലത്തിലേക്ക് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ ഈ കേരളം ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴേക്ക്
ലോകത്തെ ഏറ്റവും വികസിത രാജ്യത്തിന്റെ ഒപ്പം ജനങ്ങളുടെ ജീവിതം നിലവാരം ഉയർത്താൻ ഒരു 20 കൊല്ലം കഴിയുമ്പോഴേക്ക് കേരളത്തിനാവും. അത് ഈ ലോക ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ് കേരളം രചിക്കാൻ പോകുന്നത്. ആ ഒരു പുതിയ കേരളത്തിന്റെ കർമ്മ പദ്ധതിയാണ് സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് ഇപ്പോഴും കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കേവലമായ പട്ടിണി മാറ്റൽ മാത്രമല്ല, തൊഴിലില്ലായ്മ അവസാനിപ്പിക്കൽ മാത്രമല്ല, ഹാപ്പിനെസിന്റെ തലത്തിലേക്ക് ഏറ്റവും ശക്തമത്തായ ഈ ജനതയുടെ മുഴുവൻ മനുഷ്യരുടെയും സന്തോഷാത്മകമായ ജീവിതത്തിലേക്ക് നമുക്ക് മുന്നോട്ടേക്ക് പോകണം. നെഗറ്റീവായ ഒന്നിനെയും ഇവിടെ വിഴുപ്പ് ഭാണ്ഡം പോലെ കൊണ്ടു നടക്കണ്ട. എല്ലാ മനുഷ്യന്മാരോടും എനിക്ക് പറയാനുള്ളത് അതാണ്. ഒരു നെഗറ്റീവിനെയും കൊണ്ടു നടക്കണ്ട. നെഗറ്റീവ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് നെഗറ്റീവായ ഊർജ്ജമാണ്, നിഷേധാത്മകമായ ഊർജം. നമ്മളെ ചില ആളുകളോട് കോവിഡ് വന്നതിന് ശേഷം അവരെ കാണാൻ പോയാൽ അവരിങ്ങോട്ട് പറയും, എന്താ സഖാവേ, എന്താ അല്ല ഇത് ശരിയാകുന്നില്ല, ഏത് രോഗം ശരിയാകും, കോവിഡ് മുണ്ടേ മാറി, ആഫ്റ്റർ കോവിഡിൽ ഉണ്ടാവുന്ന രോഗമാണ്, അപ്പൊ ശരിയാകുന്നില്ല. ഞാൻ ചോദിക്കും, അപ്പൊ മരുന്ന് കഴിക്കുക, മരുന്നെല്ലാം കഴിക്കുന്നുണ്ട്, എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വർത്താനുണ്ട്, എന്നാ എന്റെ കാര്യം ബാക്കി പറ, എന്റെ കാര്യം പറ, എന്റെ കാര്യം പോക്കാണ്. അത് എന്ത് എനർജിയാ? പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവാണ്. അങ്ങനെയുള്ളവരുടെ കാര്യം പോക്കായിരിക്കും. എന്നാൽ വേറൊരു ചില രോഗികളുണ്ട്, അവരെ കാണാൻ പോയാൽ എന്താ പറയാ, സഖാവേ എനിക്ക് നല്ല മാറ്റമുണ്ട്, ഞാനിപ്പോഴും നല്ല മരുന്നെല്ലാം കഴിക്കുന്നുണ്ട്, ഡോക്ടറൊക്കെ നല്ല രീതിയിൽ ചികിത്സിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴേക്ക് നിങ്ങളോടൊപ്പം തന്നെ പ്രവർത്തിക്കാൻ ഞാൻ വരാം. അതേതാ? അത് പോസിറ്റീവാണ്. പോസിറ്റീവ് ഊർജ്ജമാണ് ഉൽപ്പാദിപ്പിക്കുക. ആ രോഗം വേഗം മാറും. നേരത്തെ പറഞ്ഞ രോഗം വേഗം മാറൂല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വീട്ടിലായാലും വ്യക്തിയായാലും കുടുംബമായാലും ഏത് സമൂഹത്തിലായാലും നമ്മുടെ ഈ സമൂഹത്തിലെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ നമ്മൾ അവലംബിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആവശ്യമില്ലാത്ത നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഡിപ്രഷന്റെയാണ്. അയ്യോ ടെൻഷൻ, പ്രത്യേകിച്ച് ഇടത്തരക്കാരാകുമ്പോ ഡോക്ടർമാരെ കാണാൻ പോയാൽ ഇവരെന്നെ രോഗം അങ്ങോട്ട് പറയും, ഡിപ്രഷൻ, ഉറക്കില്ല, ശരിയാവുന്നില്ല, ഒന്നും ചിന്തിക്കുന്നിടക്കല്ല നിൽക്കുക, അതുകൊണ്ട് ഡോക്ടറെ എനിക്ക് ഡിപ്രഷന്റെ മരുന്ന് വേണമെന്ന് അങ്ങോട്ട് പറയാം. ഇതാ നമ്മളൊരു ശീലം. ഡിപ്രഷൻ വെറുതെ വിലക്ക് വാങ്ങണ്ട. ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞ വിഴുപ്പ് വാണ്ടം പോലെ നമ്മുടെ ഒപ്പം തന്നെ സഞ്ചരിക്കാൻ ഇഷ്ടത്തോടെ വരുന്ന ഒരു നെഗറ്റീവിനെയും മനസ്സുകൊണ്ട് അംഗീകരിക്കരുത്. നെഗറ്റീവാണ് ഇവിടെ പ്രതിപക്ഷം, അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. എന്നാൽ പോസിറ്റീവ് ചിന്ത, പോസിറ്റീവ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുക, അതിന്റെ ഒപ്പം നിൽക്കുക, അതിനെ ആ രീതിയിൽ മനസ്സിനെ സന്തോഷാത്മകമായ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കുക. ആ രീതിയിൽ സമൂഹത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ 10-20 വർഷം കഴിയുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും വികസിത നാടിന്റെ പട്ടികയിലേക്ക്, സന്തോഷാത്മകമായ ഹാപ്പിനെസ്സിലേക്ക് നയിക്കാൻ ഉതകുന്ന രീതിയിൽ ഈ കേരളത്തെ ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രൂപപ്പെടുത്താൻ, വളർത്തിയെടുക്കാൻ തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്, അതിന്റെ ഭാഗമായിട്ടുള്ള ഗവൺമെന്റുകൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ പ്രതിരോധാത്മകമായ രീതിയിൽ തെറ്റായ കേന്ദ്ര ഗവൺമെന്റ് നയത്തിനെതിരായി, RSSന്റെ BJPയുടെ വർഗീയ നിലപാടുകൾക്കെതിരായി, ഈ കേരളത്തിലെ പ്രതിപക്ഷമെടുക്കുന്ന കേരളത്തിന്റെ വികസന നിലപാടുകൾക്കെതിരായി ജനങ്ങളെ ആകെ അണിനിരത്തി മുമ്പോട്ടേക്ക് പോകുമെന്ന് ഈ ജാഥ കൃത്യമായി ജനങ്ങളോട് സംവേദിക്കുമ്പോഴാണ് ഓരോ ദിവസം കഴിയും തോറും 10,000-കണക്കിന് ആളുകൾ ഈ ജാഥയിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കാക്കൂറിന്റെ വിവിധ മേഖലയിൽ ഇപ്പോഴും ആളുകളുണ്ട്. ആ വന്നു ചേർന്ന മലയാള ഭാഷ കൊണ്ട് അടയാളപ്പെടുത്താനാവാത്ത രീതിയിലുള്ള ഈ ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗവാക്കുകളായ നിങ്ങളെ എല്ലാവരെയും ജാഥാംഗങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട്, നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സഖാക്കളെ, അടുത്തതായി ജാഥാ സ്വീകരണമാണ്. സ്വീകരണത്തിന്റെ ലിസ്റ്റ് UP പുരുഷോത്തമം വായിക്കും. അതിനുവേണ്ടി സഖാവിനോട് അഭ്യർത്ഥിക്കും.
ജാഥയെ ഹാൾ അണിയിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പേര് വായിക്കും.